വിശുദ്ധ ദേവാലയത്തിലേക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണല്ലോ പരുമല ദേവാലയം. ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ പൂർവം കടന്നു വന്നിട്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര സഭയിലെ വളരെ പ്രശസ്തമായ ഈ ദേവാലയത്തിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറിടവും ആ തിരുമേനിയുടെ ആത്മാവും ഉൾക്കൊള്ളുന്ന ഈ സ്ഥലം പുണ്യഭൂമിയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അനേകം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനാലയം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവം നൽകിയ നല്ല സുവർണ അവസരമാണ് ഈ സമയം. ഇത് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് അന്വർത്ഥമാക്കിയിരിക്കുന്നവരാണ് ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്നവർ. ധ്യാനത്തിൻ്റെ അനുഭവമാണ് നമ്മൾ ഇനിയും പ്രവേശിക്കുവാനായി പോകുന്ന ഏതാനും നിമിഷങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ധ്യാനം നയിക്കുവാൻ, ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ലോകത്തിൻ്റെ പലവിധമായ ഭാരങ്ങളിലും പ്രതിസന്ധികളിലും രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലാണ് ഇന്ന് മനുഷ്യൻ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത്. ഈ സമയങ്ങളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു വാക്യമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: കം വിത്ത് മീ by yourself to a quiet place and get some rest. Please come with me. കർത്താവ് പറയുന്നത് എന്നോട് കൂടെ വരിക. എന്തിനാണ് പറയുന്നത്? To quiet place and get some rest. ചില വിനോദങ്ങളും ഒക്കെ നമ്മൾ ഏർപ്പെടുമെങ്കിലും അതിൽ നിന്നൊക്കെ മാറി കർത്താവ് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കുറേ സമയം റെസ്റ്റ് ചെയ്യണം, കുറേ സമയം ഏകാന്തതയോടുകൂടി ആയിരിക്കണം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകതയാണ് ഏകാന്തതയുടെ അനുഭവം. നിങ്ങൾ ഈ ദേവാലയത്തിന്റെ പരിസരം നോക്കുമ്പോൾ പറയാം, സൈലൻസ് ഇസ് ഗോഡ് എന്നെഴുതി വെച്ചിട്ടുണ്ട്. ദൈവം എന്താകുന്നു? സൈലൻസ് ആകുന്നു. അപ്പൊ നിശബ്ദതയാണ് ദൈവം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മളിന്ന് ആധുനികതയുടെ ചിന്തയിൽ കോലാഹലങ്ങളാണ് ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം എന്ന് നമ്മളെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ കിട്ടിയിരിക്കുന്ന ഒരു ചിന്തയാണ്. ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസം നേരെ തിരിച്ചാണ്. ബൈബിൾ പറയുന്നു, കം വിത്ത് മീ ആൻഡ് ടേക്ക് സം റെസ്റ്റ്. ദൈവത്തോടു കൂടി ആയിരുന്ന് ചില നിമിഷങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഏകാന്തതയിൽ ആശ്വാസം കണ്ടെത്തണം. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളൊക്കെ ആ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ചില നിമിഷങ്ങൾ, ചില സമയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാന്തതയോടുകൂടി നിശബ്ദതയിൽ ദൈവത്തെ കാണുവാൻ കഴിയുന്ന ഒരു വലിയ ധ്യാനത്തിന്റെ അനുഭവമാണ് വേദപഠനം എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നത് പോലെ എന്നോട് കൂടെ ആയിരിക്കുക. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവത്തിൽ മുന്നേറുമ്പോൾ ദൈവസന്നിധിയിലുള്ള വിശ്രമമാണ് ധ്യാനം. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പറയുവാൻ സാധ്യമാകാതെയുള്ള ഞരക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഇതിന്റെ മധ്യേ അല്പസമയം ദൈവസന്നിധിയിൽ വിശ്രമിക്കുവാനുള്ള അവസരമാണ് ഈ ധ്യാനത്തിന്റെ അനുഭവം. ഉടനെ കേൾക്കുന്നവരെ, കുറേ സമയം നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിവെക്കാം, നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ മാറ്റിവെക്കാം, പ്രയാസങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എന്നിട്ട് അവനോട് കൂടെ യാത്ര ചെയ്യുവാൻ, അവനോടുകൂടെ ആയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ധ്യാനത്തിന്റെ അനുഭവം വെറും
ചില സമയങ്ങൾ ദൈവവും അല്ലെങ്കിൽ ദേവാലയത്തിലായിപ്പോയതായിട്ട് മാത്രമാകും. അതുണ്ടാകരുത്. ദൈവത്തോടുകൂടെ സഹവാസത്തിലായിരിക്കാൻ ഈ ധ്യാനത്തിൻ്റെ അവസരം നമ്മൾക്ക് കഴിയണം. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു ചെന്ന ഹന്ന, എലി പുരോഹിതൻ ചോദിക്കുകയാണ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, അല്ലയോ മകളെ, നീ ഈ സമയം ദൈവസന്നിധിയിൽ മദ്യമോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഹന്ന നമുക്കറിയാവുന്ന ഹന്ന പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ആത്മാവിനെ പകരുകയാണ്. ഇതാണ് ദേവാലയത്തിലെ നമ്മുടെ അനുഭവം. ദൈവസന്നിധിയിൽ എൻ്റെ ആത്മാവിനെ, ദൈവസന്നിധിയിൽ എൻ്റെ ചിന്തകളെ, എൻ്റെ പ്രതിസന്ധികളെ, എൻ്റെ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, രോഗങ്ങളെ സമർപ്പിക്കുവാൻ, പകരുവാനുള്ള അവസരമാണ് ഈ ധ്യാനത്തിൻ്റെ, ദേവാലയത്തിലെ ഈ അനുഭവം. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവ മുമ്പാകെ കടന്നു വന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ കുറവിനെ കണ്ടെത്താം. നമ്മുടെ കുറവുകളെ കണ്ടെത്തി ദൈവ മുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയണം. സക്കായി നിന്നുകൊണ്ട് യേശുതമ്പുരാനോട് പറയുന്നു, കർത്താവേ, ഞാൻ എന്തെങ്കിലും അന്യായമായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ തിരികെ നൽകുകയാണ്. എന്താ ഈ 4 മടങ്ങ്? അവൻ ഒരു മടങ്ങ് മാത്രമേ, ഒരു ഭാഗം മാത്രമേ വാങ്ങുള്ളൂ. അതിൻ്റെ 4 മടങ്ങ് നൽകണമെങ്കിൽ അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അതിലുപരിയായി അവൻ നൽകണം. സക്കായി പറഞ്ഞതാണ്, ഞാൻ എന്തെങ്കിലും അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരികെ നൽകുന്നു. ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവേ, നിന്റെ ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെയൊക്കെ ദൈവമുമ്പാകെ ഞാൻ പകരുകയാണ്. രാവിലെ തിരുമേനി ഓർപ്പിച്ചതുപോലെ തന്നെ കാണാതെ പോയിട്ടുള്ള എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ ദൈവമേ എന്നെ ഈ സമയം അവിടുന്ന് സഹായിക്കണമേ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. കുറവുകളെ കണ്ടെത്തുവാൻ നമുക്ക് ഈ സമയം ഇടയായിത്തീരണം. നമുക്കറിയാമല്ലോ, സൃഷ്ടിയിങ്കൽ ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരുന്നു മനുഷ്യൻ, അല്ലേ? പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, വെയിലാറിയപ്പോൾ ആദമും ഹവ്വയും ദൈവത്തിന്റെ കാലൊച്ച കേട്ടു. എന്തായിരുന്നു? മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയ ശേഷം ദൈവം എന്നും സന്ധ്യയ്ക്ക് വെയിലാറുമ്പോൾ ആദമിനോടും ഹവ്വയോടും കൂടെ വാക്കിങ്ങിന് പോകും. ഒരുമിച്ച് അവരെ ഏദൻ തോട്ടത്തില് കൂടിക്കാഴ്ച നടക്കുവാനായി പോവുകയാണ്. ഈ നടക്കുന്ന കാഴ്ചയിലൊക്കെ പല അനുഭവങ്ങൾ ആദമിനോടും ഹവ്വയോടും ഷെയർ ചെയ്യും. അങ്ങനെ ദൈവത്തോടു കൂടെ നടക്കുന്ന മനുഷ്യനായിരുന്നു ആദമും ഹവ്വയും. പക്ഷെങ്കിൽ എന്തുപറ്റി? തുടർന്ന് വായിക്കുന്നു, തങ്ങൾ പാപം ചെയ്തു എന്ന് ബോധ്യമായപ്പോൾ തങ്ങൾ നഗ്നരാണ് എന്നവരറിഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? അവർ വെയിലാറിയപ്പോൾ ദൈവത്തിന്റെ കാലൊച്ച ഏദൻ തോട്ടത്തിൽ കേട്ടപ്പോൾ അവർ മരത്തിന്റെ പുറകിൽ ഒളിച്ചു. പ്രിയ സഹോദരങ്ങളെ, എന്താ പറ്റിയത്? ദൈവത്തോട് കൂടെ നടക്കുന്ന മനുഷ്യൻ ദൈവവാക്കുകൾക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്തകൾക്ക് ചെവിമാറ്റം നടത്തുമ്പോൾ ദൈവത്തിൽ നിന്നും മാറി സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അവർ മനസ്സിലാക്കി തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞു. ദൈവത്തിന്റെ വാക്കുകൾക്കെതിരായി പ്രവർത്തിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നഗ്നതയുടെ അനുഭവം, ദൈവസ്ഥ നിൽക്കുവാൻ കഴിയാതെയുള്ള അനുഭവമുണ്ട് എന്ന് മനസ്സിലാക്കി ആദമും ഹവ്വയും മരത്തിന്റെ പുറകിൽ ഒളിച്ചു. ഈ മരത്തിന്റെ പുറകിൽ ഒളിക്കുന്ന അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാം. പക്ഷെങ്കിൽ നമ്മൾ കാണുന്നു, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഈ മരത്തിൽ ഒളിച്ച മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി. ഈ മരത്തിന്റെ കൊമ്പുകൾ തന്നെ ക്രൂശുണ്ടാക്കി ആ ക്രൂശിന്മേൽ യാഗമായി ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഓർക്കുക, ദൈവം നമ്മളോടുകൂടി വസിക്കുന്ന അനുഭവമാണ് ദൈവ സാന്നിധ്യബോധം. ദൈവം നമ്മോടുകൂടി വസിക്കുന്ന അനുഭവമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ ദേവാലയത്തിലെ ചുരുങ്ങിയ സമയങ്ങൾ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ദൈവസന്നിധിയിൽ ദൈവം എന്നോടും നിന്നോടും കൂടെ നടക്കുന്ന അനുഭവം ആയിത്തീരണം. ഇതാണ് പറുദീസ. പറുദീസ എന്ന് പറയുന്നത് ഒരു വലിയ കൺസെപ്റ്റാണ് എങ്കിലും ദൈവം എവിടെയായിരിക്കുന്നുവോ അവിടെ ഞാനുമായിരിക്കുന്ന അനുഭവമാണ് പറുദീസ. അതുകൊണ്ടാണ് കർത്താവ് ബൈബിളിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ എന്തനുഭവിക്കുന്നുവോ അതുകൊണ്ട് ഭൂമിയിൽ തന്നെയാണ് പറുദീസ എന്ന് പിതാക്കന്മാർ പറയാറുണ്ട്.
പറുദീസയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദൈവം എവിടെയായിരിക്കുന്നുവോ അവിടെ ഞാനും നിങ്ങളുമായിരിക്കുന്ന അനുഭവമാണ് പറുദീസ. എങ്കിൽ ഈ ദേവാലയത്തിന്റെ അനുഭവം പറുദീസയുടെ അനുഭവമാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തോടുകൂടി ആയിരുന്ന് ദൈവത്തോടുകൂടെ ചരിക്കുന്ന അനുഭവമാണ് പറുദീസയുടെ അനുഭവം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, പറുദീസ, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. പറുദീസ അനുഭവിക്കുവാൻ നിങ്ങൾ വേറെങ്ങും പോകണ്ട. കർത്താവ് പറയുകയാണ്, യോഹന്നാൻ പറഞ്ഞ തന്നെ, പറുദീസ, ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ തന്നെയുണ്ട്. ഇത് എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. അതുകൊണ്ട് ഈ ദൈവസ്നേഹം, കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ അനുഭവമായ ദൈവസ്നേഹം നുകരുവാൻ ഈ ദേവാലയത്തിലെ അനുഭവം എനിക്കും നിങ്ങൾക്കും ഇടയാകണം. ഇത് അനുഭവിക്കുവാൻ വേണ്ടിയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികളുടെ സമൂഹം ഈ പരിശുദ്ധന്റെ കബറിങ്കിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ കടന്നു വരുന്ന ഒരാൾക്കും ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടേണ്ട ആവശ്യമില്ല. പ്രയാസങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ആശ്വാസത്തിന്റെ അനുഭവം പേറിയാണ് ഇവിടെ നിന്നും ഭക്തജനങ്ങൾ കടന്നു പോകുന്നത്. ഇതാണ് ദൈവസന്നിധിയിലുള്ള നമ്മുടെ അനുഭവം. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഈ ദൈവത്തിന്റെ അനുഭവമായിരിക്കുവാൻ, ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ, ദൈവത്തിന്റെ ശാന്തതയിൽ കൂടെ ദൈവത്തെ കണ്ടെത്തുവാൻ, ഏകാന്തതയിൽ കൂടി ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നൽകിക്കൊണ്ട് ചില ചിന്തകൾ നമുക്ക് ദൈവവുമ്പാകെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചിന്തയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അതുകൊണ്ട് ധ്യാനപരമായി ദേവാലയത്തിൽ ഇരിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങളെ നൽകുവാൻ കഴിയണം. ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളെ നൽകുവാൻ കഴിയണം. അങ്ങനെ സ്വച്ഛതയോടുകൂടി, സ്വസ്ഥതയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, ധ്യാനത്തോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന അനുഭവമായിരിക്കണം ദേവാലയത്തിലുള്ള ഈ അനുഭവം. ആ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്ന് ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. ഈ ധ്യാനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. ഇന്ന് നമ്മളൊക്കെ അധിവസിക്കുന്ന ലോകം ഒരു വലിയ മാറ്റത്തിൻ്റെ അനുഭവമാണ്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന വിഷയം ചരിത്രമാണ്. ചരിത്രം പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ മനുഷ്യൻ പച്ച മാംസം തിന്നുകയും മരങ്ങളും കല്ലുകളും കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി വേട്ടയാടി പിടിക്കുകയും ഉപജീവനത്തിനായി കായ്കനികൾ ഭക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അനുഭവം മനുഷ്യനുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, ഋതുക്കൾ മാറി മാറി വന്നു. സമയം മാറിയപ്പോൾ മനുഷ്യൻ അതിൽ നിന്നൊക്കെയും മാറി പച്ച മാംസത്തിന് പകരം ഭക്ഷിച്ച് ജീവിക്കുവാൻ, പാചകം ചെയ്ത് ജീവിക്കുവാൻ മനുഷ്യൻ പരിശീലിച്ചു. കാലങ്ങൾ കഴിഞ്ഞു, അവൻ അയണ് അല്ലെങ്കിൽ മറ്റ് ആയുധമാർഗങ്ങൾ കണ്ടെത്തി. ഇന്ന് ഉത്തര ആധുനികതയുടെ അനുഭവത്തിലേക്ക്, പോസ്റ്റ് മോഡേണിസത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്കറിയാം, രാസായുധത്തിന്റെ പ്രയോഗത്തിൽ ലോകം ഇന്ന് നിൽക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുള്ള കാലഘട്ടം. ഓരോ നിമിഷവും മനുഷ്യൻ മാറ്റത്തിന് വിധേയനാണ്. അതുകൊണ്ട് പറയാറുണ്ടല്ലോ, ചേഞ്ച് ഈസ് ഓൾവൈസ് നെസസറി. മാറ്റം എപ്പോഴും അനിവാര്യമാണ്. പക്ഷെങ്കിൽ ഈ മാറ്റം നമുക്ക് ഓർക്കുക, പല രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ മാറ്റം, ഈ അടുത്ത കാലത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം, ഓർക്കുട്ടെന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ഒരു സാമൂഹ്യപരമായ ഒരു മേഖലയെങ്കിൽ ഇന്നത് മാറി ഫേസ്ബുക്കിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ഫേസ്ബുക്കിലാണ് മനുഷ്യന്റെ വികാരങ്ങളും ചിന്തകളും പങ്കുവെക്കുന്നത്. കുടുംബത്തിലില്ലാത്ത ചിന്തകൾ പോലും ഫേസ്ബുക്കിൽ കൂടി പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം. ഇതുപോലെ തന്നെ നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ്. ചന്ദ്രനിലെത്തി. പക്ഷെ നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും, ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കുവാൻ 100 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടികൾ കൊടുത്ത് ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കുവാൻ 100 പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ 100 പേരും ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. പക്ഷെങ്കിൽ 100 പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കാരണം ഭൂമിയിൽ നിന്നും മാറി ചന്ദ്രനിൽ താമസിക്കണം. ഇതുപോലെ നമുക്കറിയാം, രൂപ എന്ന് പറയുന്നത്
നമ്മുടെ വിനിമയത്തിൻ്റെ അടിസ്ഥാന ഉപാധിയാണ്. ഇന്ന് രൂപ എന്ന് പറയുന്നതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ നിന്നും മാറി ക്രമാനുഗതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്നും മാറി, ആത്മീകതയിൽ നിന്നും മാറി ഭൗതികതയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അതിനുള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് നൽകുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് പ്രോസ്പെറസ് തിയോളജി. പ്രോസ്പെറസ് എന്ന് പറയാനല്ല, സമൃദ്ധിയുടെ ദൈവശാസ്ത്രമാണ് ഇന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. കാരണം എന്നാ, കഷ്ടതയും പ്രയാസവും വേണ്ട, നന്മ മാത്രം മതി, പ്രോസ്പെരിറ്റി മാത്രം മതി ജീവിതത്തിൽ എന്നാണ് എല്ലാ ആധുനിക മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ദൈവത്തിൽ നിന്നും മാറി ഭൗതികതയിലേക്ക് അടിസ്ഥാനമൂന്നുന്ന ഒരു സമൂഹം, ഇങ്ങനെ ഓരോ കാലഘട്ടവും ഓരോ സമയവും ചേഞ്ച് ചെയ്യുകയാണ്. കേട്ടിട്ടുണ്ടാകാം, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാറ്റത്തിന് വിധേയനമാകണമെങ്കിൽ 1000 വർഷം എങ്കിലും വേണമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവം വന്നതോടുകൂടി അത് മാറി. ഒരു മാറ്റത്തിന് സമൂഹം മറ്റത്തിലേക്ക് മാറണമെങ്കിൽ 100 വർഷം മതി എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു. എന്നാൽ അതൊക്കെ മാറി. ഇന്ന് പറയുന്നു, ഇന്ന് ഒരു സമൂഹം മാറ്റപ്പെടുവാൻ 1 വർഷം പോലും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, സമൂഹം മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ മാറ്റത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന മനുഷ്യനും നമ്മളുമൊക്കെ മാറേണ്ടതിലേക്ക്, അല്ലെങ്കിൽ മാറുവാൻ തക്കവണ്ണം ശ്രദ്ധേയരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ദൈവസന്നിധിയിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു അതുതന്നെ എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാകും എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. ഒരിക്കൽ ഒരു സാധു മനുഷ്യൻ പാൽ വിറ്റ് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇങ്ങനെ പാൽ വിറ്റ് ആ പാല് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു സാധു കർഷകൻ. ഈ സാധുവായ മനുഷ്യൻ അവന്റെ വീടിനടുത്തുള്ള ഒരു പണക്കാരന് 1 ലിറ്റർ പാല് നൽകുന്നുണ്ട്. ഈ പണക്കാരനായ മനുഷ്യൻ, അല്ലെങ്കിൽ ധനവാനായ മനുഷ്യനും ഇവൻ 1 ലിറ്റർ പാല് ദിവസവും നൽകുന്നുണ്ട്. ഈ ധനവാനായ മനുഷ്യനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ പാലിൽ ഇവൻ പറയുന്നത് പോലെ 1 ലിറ്റർ പാലില്ല. ഇവൻ സംശയദൃഷ്ടിയാൽ അടുത്തുള്ള ന്യായാധിപനോട് ഈ വിഷയങ്ങൾ അദ്ദേഹം അവനെതിരെ കേസ് കൊടുത്തു. എന്താണ്, സാധുവായ മനുഷ്യനാണ്, അവനവൻ്റെ ഉപജീവനത്തിന്റെ മാർഗമായി പാല് കൊടുക്കുന്നു. പക്ഷെ ധനവാനായ മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവൻ കൊടുക്കുന്നത് ഇത് പൂർണ്ണതയില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തു. കേസ് ന്യായാധിപന്റെ അടുത്തെത്തി. 2 പേരെയും വിളിപ്പിച്ചു. 2 പേരുടെയും പ്രശ്നങ്ങൾ ഈ ന്യായാധിപൻ കേട്ടു കഴിഞ്ഞിട്ട് ന്യായാധിപൻ ഈ സാധുവായ മനുഷ്യനോട് ചോദിച്ചു, ഇവൻ പറയുന്നത് ശരിയാണോ? ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കതറിയില്ല. കാരണം എൻ്റെ പക്കൽ ഈ പറയുന്നത് പോലെയുള്ള വലിയ സജ്ജീകരണങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ഞാൻ 1 ലിറ്റർ പാൽ അളക്കുന്നത് ഈ ധനവാനായ മനുഷ്യന്റെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 1 ലിറ്റർ എണ്ണയുടെ തൂക്കത്തിനനുസരിച്ചാണ്. മനസ്സിലായി തോന്നുന്നു. ഞാൻ പാല് 1 ലിറ്റർ അളക്കുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യന്റെ കടയിൽ നിന്ന് വാങ്ങിയ 1 ലിറ്റർ എണ്ണയുടെ വെയിറ്റിലാണ്. അതത്ര മാത്രം ഉണ്ടോ? അതുതന്നെയാണ് ഞാൻ കൊടുക്കുന്ന 1 ലിറ്റർ പാല്. വാദി പ്രതിയായി. ന്യായാധിപന് മനസ്സിലായി, ഈ ധനവാനായ മനുഷ്യനാണ് കുറ്റം ചെയ്യുന്നത്. ഈ ധനവാനായ മനുഷ്യന്റെ കടയിൽ നിന്നും വാങ്ങുന്ന ആ എണ്ണയുടെ തൂക്കം കറക്റ്റ് 1 ലിറ്റർ ആയിരുന്നെങ്കിൽ ഈ സാധുവായ മനുഷ്യൻ കൊടുത്ത പാലിന്റെ കണക്കും തുല്യമായ. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ഇന്ന് സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും മാറി, പരസ്പരം പങ്കുവെക്കുന്നതിന് അനുഭവത്തിൽ നിന്നും മാറി, പരസ്പരം വെട്ടിക്കൊല്ലുന്ന അനുഭവത്തിലേക്ക് മാറി. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിച്ചു കാണും, ഒരു സിഗരറ്റിന്റെ പൈസ 50 പൈസ 1 രൂപ. കടയിൽ ചെന്ന് വൈകിട്ട് ആ കടക്കാരൻ കടയടയ്ക്കുവാനായി തുടങ്ങുമ്പോൾ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ ചെന്ന് പറഞ്ഞു, എനിക്ക് ഒരു ബീഡി തരണം, സിഗരറ്റ് തരണം. അവൻ പറഞ്ഞു, വൈകിട്ട് ഞാൻ കർപ്പൂരം കത്തിച്ചത്, ഹിന്ദുവാണ്, കർപ്പൂരം കത്തിച്ചതുകൊണ്ട് ഇപ്പോൾ തരുവാൻ കഴിയില്ല. പക്ഷെങ്കിൽ കഴിയണമെങ്കിൽ നീ എനിക്ക് 50 പൈസയെങ്കിലും നൽകണം. ഇവർ തമ്മിൽ വാഗ്വാദമായി. തിരിച്ചുപോയി 10 മണിക്ക് തിരിച്ചു വന്ന് ഈ വീട്ടുകാരനെ പുറത്തിറക്കി. ആ വീട്ടുകാരനെയും സഹായിക്കാൻ വന്ന പ്രസന്ന മനുഷ്യനെയും കുത്തിക്കൊന്നു.
രണ്ടുപേരും ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു. നിങ്ങളിന്ന് വായിച്ചു കാണും, സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ മനുഷ്യന് കോടതി വധശിക്ഷ വിധിച്ചു. കാരണം എന്നാ? ഒരു സിഗരറ്റിന്റെ പേരിൽ പോലും മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്തൊരു സമൂഹം. ഇവിടെ ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കുന്നുണ്ട്, ഞാനും നിങ്ങളും ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, അറിവ് നേടുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്തൊരു സമൂഹമാണിന്ന്. മനുഷ്യന്റെ വേദനകളെ അറിയുവാൻ കഴിയാത്തൊരു മനുഷ്യനാണ് ഇന്ന് നമ്മളൊക്കെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, ഇന്ന് 2 വാക്കാണല്ലോ, അറിവ് നേടുക, ജ്ഞാനം നേടുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നതിനാണ് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തലമുറ മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണം. നല്ല മൂല്യങ്ങളുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നല്ല സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാൽ പോരാ, ICSR സിലബസ് തന്നെ പഠിക്കണം. എൻ്റെ കുഞ്ഞ് വളരുമ്പോൾ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം. പ്രിയ മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞു വളരുമ്പോൾ നല്ല ഒരു മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യരുണ്ട് ഇവിടെ? എന്നെ കേൾക്കുന്നവരുടെ എത്രയുണ്ട്? ഞാൻ വളർത്തുന്ന കുഞ്ഞ് നല്ല ഒരു മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ മധ്യയുണ്ട്? ഇന്നത്തെ സമൂഹത്തിന്റെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അറിവ് നേടുന്നുണ്ട്, പക്ഷെങ്കിൽ ജ്ഞാനം നേടുന്നില്ല. അറിവെന്ന് പറയുന്നത് പല വിജ്ഞാനത്തിന്റെ മേഖലയിൽ കൂടെ നമുക്ക് അറിവ് നേടാൻ സാധിക്കും. ഇന്ന് മനുഷ്യനൊക്കെ എന്തൊക്കെ തരത്തിലാണ് അറിവുകൾ നേടുന്നത്? പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്കറിയാം, നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനേക്കാട്ടിലും അപ്ഡേറ്റ് ആണ് കുഞ്ഞുങ്ങൾ. നെറ്റിൽ കൂടിയും മറ്റു വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും നമ്മളെക്കാളിലും അറിവ് സമ്പാദിച്ചവരാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ. പക്ഷെങ്കിൽ ഓർത്തു നോക്കി, അറിവ് നേടുന്നതോടൊപ്പം തന്നെ ജ്ഞാനം നേടുവാൻ കഴിയുന്നില്ല. എന്താണ് വിസ്ഡം? വിസ്ഡം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് നമ്മൾ നേടിയ അറിവിനെ കൊണ്ടുവരുമ്പോഴാണ് അത് ജ്ഞാനമായിട്ട് മാറുന്നത്. ജ്ഞാനിയായ ശലോമോന്റെ അറിയാമല്ലോ, കുഞ്ഞുങ്ങളെ പകുത്തു നൽകുന്ന ഒരു കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ജ്ഞാനമാണ് ശലോമോൻ പ്രയോഗിക്കുന്നത്. എന്ത് നമ്മൾ നേടുന്നുവോ, എന്ത് നമ്മൾ അറിയുന്നുവോ, എന്ത് നമ്മൾ വിജ്ഞാനത്തിന്റെ മേഖലയിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുവോ, അതിനെ പ്രായോഗിക ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവൻ ജ്ഞാനിയായിട്ട് മാറുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് 10-14 മണിക്കൂർ ഇന്റർനെറ്റ് ലോകത്തിൽ കൂടി വിഹരിക്കുമ്പോൾ അവനൊരു യാന്ത്രിക മനുഷ്യനായി മാറുകയാണ്. പക്ഷെങ്കിൽ മനുഷ്യ ഹൃദയം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഈ ആത്മീയ മൂല്യം ഉൾക്കൊള്ളണം. മനുഷ്യനായി വളരണം, മനുഷ്യനായി ചിന്തിക്കണം, മനുഷ്യനായി അവന്റെ ചിന്തകളും അവന്റെ പ്രവർത്തനങ്ങളും ആയിത്തീരണം. ഈ മനുഷ്യന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ചില മാറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാകണം. ഈ മാറ്റത്തിൽ കൂടി കടന്നുപോയെങ്കിലേ നമുക്ക് മനുഷ്യനായി തീരുവാൻ കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്നവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ മാറ്റത്തിന് വിധേയരായ ചില വ്യക്തികളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുവാനായി പോവുകയാണ്. ഇന്ന് എല്ലാ കുട്ടികൾക്കും പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ മാറി അവര് അധ്യാപകർ എന്ന് പറയുന്നത് ടീച്ചർ ഈസ് ഓൺലി എ മെന്റർ എന്ന രീതിയിലേക്ക് മാറി. മെന്റർ എന്ന് പറഞ്ഞാൽ എന്നാ? അവന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മെന്റർ. ടീച്ചർ എന്നതിനേക്കാട്ടിലും, ടീച്ച് ചെയ്യുന്നതിനേക്കാട്ടിലും അവനെ പരിശീലിപ്പിക്കുവാൻ റിസർച്ച് ഒരു ഗൈഡർ എന്ന രീതിയിലാണ് ഇന്ന് അധ്യാപകരൊക്കെ സമൂഹം കാണുന്നത്. നമ്മളോർക്കുന്നത്, കുഞ്ഞുങ്ങൾ നമ്മൾ ഈ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവരെ ചില കാര്യങ്ങൾക്ക് നല്ല മെന്റർ ഉണ്ടാകണം. നമുക്കൊക്കെ ഉണ്ടാകേണ്ടതാണ്. നമുക്കും നല്ല പരിശീലകർ, നല്ല ഗൈഡ് ഉണ്ടാകണം. ഈ നല്ല ഗൈഡ് ആരാണ്? ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ ട്രൂത്ത്, ദ വേ ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ നമ്മുടെ വഴികാട്ടി ആരാകണം? ക്രിസ്തു. ഈ ക്രിസ്തുവാകുന്ന വഴികാട്ടിയായി ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു 4 വ്യക്തികളെ പരിശുദ്ധനായ ലൂക്കോസ് ലീഹ തന്റെ സുവിശേഷത്തിൽ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 4 വ്യക്തികളെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ധ്യാനത്തിന്റെ ചിന്ത ഇതാണ്. ഈ 4 വ്യക്തികൾ ആരൊക്കെയാണ് നമ്മൾ ആ വഴി ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്.
കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ഈ മാറ്റത്തിലേക്ക് കുറവുകളെ, തെറ്റുകളെ കണ്ടെത്തിയ 4 വ്യക്തികളെ ലൂക്കോസ് എവങ്കേലിസ്റ്റിന് പരിചയപ്പെടുത്തുന്ന അധ്യായമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. വിശുദ്ധ ബൈബിൾ കൈവശമുള്ളവർ അത് ഞാൻ പറയുമ്പോൾ ഒന്ന് നോക്കുക. മൊത്തം വായിക്കുവാനോ അങ്ങൊത്തൊന്നും സമയമില്ല. എങ്കിലും ആ വാക്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ 3-4 വ്യക്തികളാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട് പരിചയപ്പെട്ട് അവരുടെ നേതാവായി ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉണ്ടായ മാറ്റം. ഒന്നാമതായി നമ്മൾ കാണുന്ന വ്യക്തി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, വേദഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ഗെന്നസരേത്ത് തടാകത്തിന്റെ ഗലീലയിലെ പട്ടണത്തിൽ കപ്പർന്നഹൂമിൽ ചെന്നു. ഗെന്നസരേത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി. അപ്പോൾ കർത്താവ് എന്തു ചെയ്തു? താൻ നിന്ന സ്ഥലത്ത് നിന്ന് 2 പടക്, മീൻപിടുത്തക്കാരൊക്കെ ഉള്ള സ്ഥലമാണല്ലോ ഗലീല, ആ ഗലീലയിലെ ഗെന്നസരേത്ത് തടാകത്തിൽ 2 പടകുണ്ട്. ഒന്ന് ശീമോന്റെ പടകാണ്. കർത്താവ് പറഞ്ഞു ആ പടകിൽ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. പടകിൽ കയറി നിന്നു. കർത്താവ് അവരോട് പ്രസംഗിച്ചു കഴിഞ്ഞ് കർത്താവ് ആരോട് പറഞ്ഞു? ശീമോൻ. ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 1-ാമത്തെ വ്യക്തി, ശീമോൻ. ശീമോന്റെ പടകിൽ നിന്ന് കർത്താവ് ശീമോനോട് പറയുകയാണ്, നീ കരയിൽ നിന്നും അല്പം നിന്റെ പടക് ഇറക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പത്രോസ് ആരാണ്? പത്രോസ് ഒന്നാന്തര മുഖുവനാണ്, മീൻപിടുത്തക്കാരനാണ്. പത്രോസ് പറയുകയാണ്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കർത്താവ് പറയുന്നു, നീ പടകിന്റെ വലതുഭാഗത്ത് വല വീശുക. പടകിന്റെ വലതുഭാഗത്ത് വല വീശുക. വല വീശി പറയുന്നു, പെരുത്ത മീൻകൂട്ടം കിട്ടി. ആ പടകിലുള്ളവർ മറ്റേ പടകുകാരോടൊക്കെ വിളിച്ചു. 2 പടകും നിറഞ്ഞ് മുങ്ങുമാറോളം മീൻ പിടിച്ചു. എന്നിട്ട് കർത്താവ് പറയുന്നു, എന്നിട്ട് എന്താണ് നമ്മൾ വേദഭാഗം പരിചയപ്പെടുത്തുകയാണ്. പത്രോസ് കർത്താവാണ് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് നീ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് പറയാണ്, ശീമോനോട് പറയുകയാണ്, നീ ഇതുവരെയും മീനെ പിടിക്കുന്നവനാണെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഇതാണ് ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ വേദഭാഗത്ത് നമ്മൾ കാണുന്നു. എന്നെ കേൾക്കുന്നവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരിൽ വളരെ സീനിയറായ, അവരിൽ ഏറ്റവും മുഖ്യനായ മൂപ്പനായവനാണ് പത്രോസ്. ഈ പത്രോസ് കർത്താവ് അവന്റെ പടകിൽ കയറുവാൻ അവൻ ഇടയായപ്പോഴാണ് അവൻ എന്ത് കിട്ടിയത്? അവൻ മനുഷ്യനെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത്. എന്നെ കേൾക്കുന്നവരെ, നമ്മളും ദൈവം നമ്മളിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോഴേ നമ്മൾ ഏതായി മാറുകയുള്ളൂ? മനുഷ്യരെ പിടിക്കുന്നവരാകുകയുള്ളൂ. ഞാൻ പറഞ്ഞാണ്, മനുഷ്യനായി മാറണമെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന പടകിൽ, നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഇത് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ചെയ്തു. അങ്ങനെയുള്ളവരാണ് നല്ല മനുഷ്യരായി മാറുന്നത്. ഈ നല്ല മനുഷ്യനായി മാറുമ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പത്രോസിന്റെ ജീവിതം ഇതാണ് നമുക്ക് കാട്ടിത്തരുന്നത്. നമുക്കതിന് ചെറിയ ചിന്തയിലേക്ക് കടന്നു പോകാം. ഇവിടെ കാണുന്നത് കർത്താവ് പടകിൽ നിന്നുകൊണ്ട് എന്താ പറയുന്നതിനാ, കരയിൽ നിന്നും പടകൽപ്പം നീക്കണം. കർത്താവ് അവന്റെ പടകിലുണ്ട്. പടകിൽ കയറി, അവന്റെ പടകിൽ കയറി കഴിഞ്ഞപ്പോൾ പറയുകയാണ്, നിന്റെ കപ്പൽ അല്പമൊന്ന് മുന്നോട്ട് നീങ്ങണം. നീ തുഴഞ്ഞു, നീ ഇവിടെ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ പടക് ഒരല്പം കരയിൽ നിന്നും നീക്കണം. നമ്മൾ തയ്യാറാണോ? നമ്മളുടെ ബന്ധനങ്ങൾ എവിടെയൊക്കെയാണ്? കർത്താവ് പറയുന്നു, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുമോ നിന്റെ ഹൃദയം അവിടെയായിരിക്കും. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. എന്താ പറയുന്നത്? നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു?
കുറ്റിയടിക്ക് കെട്ടപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ പടക് ജീവിതത്തിൽ നിന്നും, അല്ലെങ്കിൽ ജീവിതമാകുന്ന പടക് ഒരു സ്വല്പം നീക്കുവാൻ, ഈ അനുഭവത്തിൽ നിന്നും, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അല്പം മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ അസൂയയുടെയും പകയുടെയും പിണക്കത്തിന്റെയും ഒക്കെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. സഹോദരങ്ങൾ കണ്ടാൽ പോലും മിണ്ടുവാൻ മടിക്കുന്നവരുണ്ട്. മാതാപിതാക്കളോട് ബന്ധപ്പെടുവാൻ കഴിയാത്ത മക്കളുണ്ട്. എന്നെ കേൾക്കുന്നവരെ, അങ്ങനെയുള്ള ചെറിയ ബന്ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്പം നീക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പത്രോസിനോട് കർത്താവ് ശിമോനോട് പറയുന്നത്, നിന്റെ പടക് കരയിൽ നിന്ന് അല്പം നീക്കണം. അപ്പോൾ രണ്ടാമത് കർത്താവ് പറയുന്നത് എന്നാ? ആഴത്തിലേക്ക് വലയെറിയണം. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, മുഖുവനായ പത്രോസിനോട് മീൻപിടുത്തം എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഗലീലയിലെ ഓരോ മുക്കും മൂലയും അറിയാവുന്നവനാണ് പത്രോസ്. പത്രോസിനോട് എങ്ങനെ മീൻ പിടിക്കണം എന്ന് പറയണോ? അത് നമ്മളൊക്കെ തമാശ പറയുന്നതല്ലേ, പോപ്പിലെ കുർബാന ചൊല്ലുന്ന പോലെ ആയിപ്പോകില്ലേ, പഠിപ്പിക്കുന്ന പോലെ ആയിപ്പോകും, അല്ലെങ്കിൽ ഐസ് കട്ടമേൽ പെയിന്റ് അടിക്കുന്നത് പോലെ ആയിപ്പോകും. ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ മുക്കുവനെ? കർത്താവ് മുക്കുവനല്ല. കർത്താവ് ആരാണ്? ആശാരിയാണ്. കർത്താവ് ജനിച്ചത് തച്ചന്റെ മകനായിട്ടാണ്. ഒരു തച്ചൻ ഒരു മുക്കുവനെ മീൻ പിടിക്കുവാൻ പഠിപ്പിക്കണോ? ആവശ്യമില്ല. പക്ഷെങ്കിൽ ഇവിടെ ഒരു വെറൈറ്റി, ഒരു വ്യത്യസ്തതയാണ്. കർത്താവ് ശീമോനോട് പറയുന്നു, നീ ആഴത്തിലേക്ക് വലിയിറക്കണം. അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്താ കാരണം? നമ്മുടെ എവിടെയാണോ അവിടെ തന്നെ അവൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, 2 മദ്യപന്മാർ ഒരിക്കൽ കടത്തു കടക്കുവാനാ രാത്രിയിൽ പോയി. നല്ലതുപോലെ മദ്യം ഉപയോഗിച്ചിട്ടാണ് ഇവർ കടത്തു കടക്കുവാനായി പോകുന്നത്. കടത്തു കടക്കുവാൻ ചെന്നു, കടത്തിൽ കയറിയിരുന്നു, പങ്കയെടുത്തു, തുഴഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രി വെളുക്കുവോളം ഇവർ തുഴഞ്ഞു വിചാരിച്ചു ഇവരകത്ത് രാവിലെ ആയപ്പോഴേക്കും പ്രഭാതമായപ്പോഴും തുഴഞ്ഞവരങ്ങ് ഒത്തിരി ദൂരെ ചെന്ന് കാണുമെന്ന്. പ്രഭാതമായി മദ്യത്തിന്റെ ലഹരിയൊക്കെ വിട്ടു. അവര് നോക്കിയപ്പോൾ വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ. എന്താ പറ്റിയത്? വൈകിട്ട് വഞ്ചി കെട്ടിയിട്ടവൻ വഞ്ചി കരയിൽ ഒരു ഇതുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. കയറുകൊണ്ട് കെട്ടിയിട്ട വള്ളം തുഴഞ്ഞാൽ എത്ര വരെ പോകും? നിന്നിടത്ത് തന്നെ വഞ്ചി തിന്നു. ഇതുകൊണ്ടാ പറഞ്ഞത്, വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ. പലപ്പോഴും നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. തുഴയുകയാണ്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മഹാമാരികൾ, സങ്കടങ്ങൾ, വ്യാധികൾ തുഴയുകയാണ്. പക്ഷെങ്കിൽ ആരില്ല? കർത്താവ് കൂടെയില്ല. കർത്താവ് കൂടെയില്ല, തുഴയുകയാണ്. പറയുന്നു, വർഷങ്ങളായി ഞാൻ ദുരിതം അനുഭവിക്കുന്നു, എൻ്റെ ദുരിതത്തിന് യാതൊരു പരിഹാരവുമില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഓർക്കുക, ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ടോ? കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, കരയിൽ നിന്നും മാറി ആഴത്തിലേക്ക് വലയിറക്കണം. ജീവിതത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മാറണമെങ്കിൽ ആഴത്തിലേക്ക്, ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ കഴിയുന്ന ദൈവസാന്നിധ്യ ബോധത്തെ അനുഭവിക്കണം. എന്താണ് സംഭവിച്ചത്? മുക്കുവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കണ്ട എന്ന് പറയുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞു, വലതുഭാഗത്ത് വല വീശുക. വല വീശി പെരുത്ത മീൻകൂട്ടം ലഭിച്ചു എന്നാ പറയുന്നത്. എവിടെ നിന്നാലും മീൻ വന്നത്? ആരെങ്കിലും കൊണ്ടിട്ട മീനാണോ? ആ സമയത്ത് വല്ലതും കർത്താവ് അത്ഭുതം കാണിച്ചതാണോ? അല്ല. ആ നദിയിൽ തന്നെ മത്സ്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഈ വലിയ മീൻകൂട്ടം നമുക്കും ലഭിക്കുവാൻ ഇടയാകണമെങ്കിൽ ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ ആരുടെ വാക്കുകൾക്കാണ് ചെവി കൊടുക്കുന്നത്? ക്രിസ്തുവിന്റെ വാക്കുകൾക്കാണോ? എവിടെയെങ്കിലും അത്ഭുതം നടന്നാൽ അവിടേക്കാൾ എരിച്ചുകൂടും. എവിടെയെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടേക്ക് പോവുകയാണ്. എവിടെയെങ്കിലും ദൈവമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇവിടത്തെ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് അവിടെ പോകും. കാരണം എന്നാ? ആടിയുലയുന്ന മനസ്സ്, സംശയശുദ്ധിയുള്ള മനുഷ്യന്റെ ഹൃദയം ആടിയുലയുന്ന കടൽ പോലെയാണ്. സങ്കീർത്തനക്കാരൻ സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, സംശയവാലുവിന്റെ മനസ്സ് ആടിയുലയുന്ന
തിരമാലയ്ക്ക് തുല്യമാണ്. നമ്മൾ ഓർക്കുക, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നുവെങ്കിൽ അവന്റെ പ്രയാസങ്ങൾക്ക് മറുപടി ലഭിക്കും. കർത്താവ് പറയുന്നു ശിമോൻ പത്രോസിനോട്, ആഴത്തിലേക്ക് വല വീശുക. വല വീശി പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. അപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് ആരാണ്. അവൻ പറയുകയാണ്, യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. ബൈബിൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ പത്രോസ് അത് ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഇത് തിരിച്ചറിവില്ല അല്ലേ? പത്രങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ എന്തൊരു പ്രയാസം വായിക്കാൻ. തിരിച്ചറിവില്ലാത്ത അനുഭവം. മക്കൾ അമ്മമാരുടെ പടമെടുത്ത് ഇന്റർനെറ്റിൽ കൊടുക്കുന്നു. അപ്പമാർ കുഞ്ഞു മക്കളെ, തൻ്റെ കയ്യിലെടുത്ത് താലോലിക്കുന്ന മക്കളെ ചൂഷണം ചെയ്യുന്നു. ഇങ്ങനെ വായിക്കുവാൻ കഴിവില്ലാത്ത, വിവേചന ശക്തി നഷ്ടപ്പെട്ട ഒരു സമൂഹം. ബൈബിളിൽ പറയുന്ന സംഗീതക്കാരൻ പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഒരു പക്ഷെങ്കിൽ മൃഗങ്ങൾക്ക് നമ്മളെക്കാട്ടിൽ വിവേചന ശക്തിയുണ്ട്. മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. ഇത് പത്രോസിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നത് തന്നെ, കർത്താവേ, അങ്ങ് എന്ത് ചെയ്യണം? നീ പാപിയായ മനുഷ്യൻ ഞാൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ. പത്രോസിന്റെ പ്രാർത്ഥനയാ. ദൈവമേ, ഇതുവരെയും അങ്ങ് കൂടെ ഇല്ലായിരുന്നു. എൻ്റെ കഷ്ടതയിൽ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. എൻ്റെ പ്രയാസത്തിന്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നെ തിരിച്ചറിയുന്നു. നീ എന്നോടൊപ്പം താമസിക്കുവാൻ ഞാൻ അശക്തനാണ്. ഞാൻ പാപിയാണ്. പാപി എന്നുള്ളത് തന്നെ പാപം ചെയ്യുന്നവൻ, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതൊക്കെ പാപമാണെന്നാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. പാപി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്നും അകറ്റപ്പെട്ടവനാണ്. ദൈവമേ, അങ്ങ് നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യനല്ലാത്തത് കൊണ്ട് നീ കൽപ്പിച്ചാൽ മതി, എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കും എന്നാണ് ശതാധിപൻ പറഞ്ഞത്. എത്ര വലിയ വിശ്വാസം! എന്താ പറഞ്ഞത്? നീ എൻ്റെ പുരയിൽ വരുവാൻ ഞാൻ അശക്തനായതുകൊണ്ട്, പാപിയായതുകൊണ്ട് എൻ്റെ മകൾക്ക് സൗഖ്യം നൽകുവാൻ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇതാ വിശ്വാസം. പത്രോസ് പറയുകയാണ്, I am a sinner. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ലോർഡ്സ് പ്രേയർ ആണല്ലോ, ലോർഡ് ഹാവ് മെർസി അപ്പോൺ മീ, ഐ ഹാവ് എ സിന്നർ. എപ്പോഴും നിമിഷ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു ലോർഡ്സ് പ്രേയർ ആണിത്. മൈ ഗോഡ് ഹാവ് മെർസി അപ്പോൺ മീ ദാറ്റ് ഐ ഹാവ് എ സിന്നർ. ഞാനൊരു പാപിയാകൊണ്ട് എന്നോട് കരുണയുണ്ടാകണമേ. ഇത് നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയാണ് പത്രോസ് പറഞ്ഞത്, കർത്താവെ, പാപിയാകൊണ്ട് നീ എന്നെ വിട്ടുപോകണം. അപ്പോൾ പത്രോസും തിരിച്ചറിഞ്ഞു, രണ്ട് കാര്യം തിരിച്ചറിഞ്ഞു. ഒന്ന്, അവൻ യേശു ക്രിസ്തുവാകുന്നു. രണ്ട്, അവനിലേക്ക് നോക്കി ഞാൻ പാപിയാണ് തിരിച്ചറിഞ്ഞു. ഈ രണ്ട് തിരിച്ചറിവിന്റെ മാർഗങ്ങൾ അവൻ വന്നപ്പോൾ എന്തു പറ്റി? പത്രോസ് കർത്താവിനോട് പറയുകയാണ്, നീ എന്നെ വിട്ടുപോകണം. പക്ഷെ കർത്താവ് തിരിച്ചവനോട് പറയുന്നത് തന്നെ, യേശു അവനോട്, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. പത്രോസിനെ കർത്താവ് വേറെ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്, ചുമതല ഏൽപ്പിക്കുകയാണ്. എന്നാ പറയുന്നത്? ഇതുവരെയും നീ മീനെ പിടിക്കുന്ന മുക്കുവനാണെങ്കിൽ ഇന്നു മുതൽ നീ ആരാണ്? മനുഷ്യരെ പിടിക്കുന്നവനായി മാറുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മാറ്റത്തിന്റെ അനുഭവം. ദൈവത്തെ അറിയുമ്പോൾ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പത്രോസിൽ നമ്മൾ കാണുന്നത്. പത്രോസ് പറയുകയാണ്, കർത്താവേ, പാപിയാകുന്നു ഞാൻ, എന്നോട് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതുവരെയും അവൻ ഏതവസ്ഥയിലായിരുന്നുവോ, മീനെ പിടിക്കുന്ന അനുഭവമാണ് എങ്കിൽ, തിന്മയുടെ അനുഭവമാണ് എങ്കിൽ, മറ്റ് പ്രയാസങ്ങളുടെയൊക്കെയും അനുഭവത്തിലാണെങ്കിൽ കർത്താവ് പറയുന്നു, നീ ഇന്ന് മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. പിന്നീടാണ് ശ്രദ്ധേയമായ 11-ാം വാക്യം, അവൻ പടക് കരയിലടിപ്പിച്ചിട്ട് സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. എന്താ പറയുന്നത്? സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിനെ അനുഗമിക്കുവാൻ, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കും. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, പലതും നമ്മൾ കേൾക്കുകയും പല പ്രസംഗങ്ങൾ കേൾക്കുകയും കൺവെൻഷൻ കേൾക്കുകയും ഒക്കെ പള്ളികളൊക്കെ അറിയാമല്ലോ. ഇല്ലാത്ത കൺവെൻഷനുകൾ ഇന്ന് പള്ളിയിലുണ്ട്.
8 നോമ്പ് കൺവെൻഷൻ, മറ്റ് പല കൺവെൻഷൻ, എവിടെയെങ്കിലും അങ്ങനെയുള്ള കൺവെൻഷനൊക്കെ പള്ളിയിലൊക്കെ ക്രമീകരിച്ചിരിക്കുക. ഈ വചനം പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും അല്പമെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? എനിക്കെപ്പോഴും ഒരു പ്രയാസം തോന്നുന്നതാണ്, സഭയൊട്ടുക്ക് കൺവെൻഷനുകളും പ്രസംഗങ്ങളും നടക്കുന്നു. ഒരു പക്ഷെങ്കിൽ പ്രസംഗിക്കുന്നവർക്ക് വചനക്കൊയ്ത്ത് നടക്കുവാൻ എളുപ്പമാകാം. പക്ഷെങ്കിൽ ഈ വചനം കൊണ്ട് അല്പമെങ്കിലും മാറ്റം വരുവാൻ നമ്മുടെ വിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ടോ? പതിവ് പോലെ എഴുതി വെക്കുന്നത് എങ്ങനെ? നോട്ടീസ് എഴുതി വെക്കും, പൂർവാധികം ഭംഗിയായി ഈ വർഷത്തെ പെരുന്നാൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനർത്ഥം എന്നാ? പൂർവാധികം ഭംഗിയോടുകൂടി ഈ വർഷവും പെരുന്നാൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പൂർവാധികം ഭംഗി എന്നാ? കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം നടക്കും. ആരെങ്കിലും വന്നോ കേട്ടോ പൊക്കോണം, വല്ല ഗുണം ഉണ്ടായിക്കോണം. ഇതാ പൂർവാധികം ഭംഗിയായി. ഈ വാക്ക് തന്നെ തെറ്റാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ഇതൊരു ചില പാറ്റേൺ, ട്രഡീഷണലായിട്ട് ചില പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് അങ്ങ് പോകുക. ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ, ഇടവകയിൽ, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ടേ? ഈ മാറ്റം വരണമെങ്കിൽ ആര് വരണം? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരണം. നമ്മളൊക്കെ എഴുതി വെക്കാറുണ്ട് വീട്ടിൽ, ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്. അർത്ഥം എന്നാ? എനിക്ക് പലപ്പോഴും കഴിയുന്ന സംശയം തോന്നുന്നത്, ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്. 100% ശരിയാ. എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടക്കും, അധാർമികമായ എല്ലാ കാര്യങ്ങളും നടക്കും, മദ്യം ഉപയോഗിക്കും, പ്രാർത്ഥിക്കത്തില്ല, എല്ലാം ശരിയാണ്. കാരണം എന്നാ? ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്. കാണപ്പെടാത്ത അതിഥിയാണ്. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. അപ്പൊ നമ്മൾ എഴുതി വെക്കണം, ക്രൈസ്റ്റ് ഈസ് ദ സീൻ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ് എന്ന് ചേഞ്ച് ചെയ്യണം. നമ്മുടെ വീട്ടിൽ എഴുതി വെക്കുന്ന ബോർഡിൽ എഴുതി വെക്കണം, അങ്ങനെ ചേഞ്ച് ചെയ്യണം. ക്രിസ്തു ഈ വീട്ടിൽ കാണപ്പെടുന്ന അതിഥിയാണ്. കാണപ്പെടുന്ന ക്രിസ്തു ഉണ്ടാകുമ്പോൾ ആരിൽ കൂടി അത് പ്രതിഫലിക്കണം? ആ വീട്ടുകാരിൽ കൂടി പ്രതിഫലിക്കണം. അപ്പോൾ പറയും, അത് ക്രിസ്തു വസിക്കുന്ന ഭവനമാണ്, ഇത് ക്രിസ്തു വസിക്കുന്ന മകനാണ്, ഇത് ക്രിസ്തു വസിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പറയുവാൻ കഴിയും. അതുകൊണ്ട് ഈ കാണപ്പെടുന്ന ക്രിസ്തുവിനെ നമുക്കൊന്ന് സ്വീകരിക്കുവാൻ കഴിയണ്ടേ? പത്രോസിന് ക്രിസ്തുവിനെ ആരാണെന്ന് മനസ്സിലായതുപോലെ എനിക്കും നിങ്ങൾക്കും ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കണ്ടേ? ചിലർ ചോദിക്കും, എന്താണ് നീ ക്രിസ്ത്യാനിയായത്? എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനിയായതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയായി. പ്രിയ സഹോദരൻ, ഞങ്ങളെ പറയല്ലേ, തെറ്റാണ്. നമ്മൾ പറയേണ്ടത്, ക്രിസ്തുവിനെ അറിയുന്ന മകനായതുകൊണ്ട്, ക്രിസ്തുവിനിൽ ഉള്ളതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുവാൻ കഴിയണം. ഈ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പത്രോസ് സ്വയം ജീവിതത്തിൽ കുറവുകളെ മനസ്സിലാക്കിയതുപോലെ നമുക്കും കുറവുകളെ കുറിച്ച് മനസ്സിലാക്കണം. പത്രോസിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള മാറ്റമാണ്. ഈ വേദഭാഗത്തിൽ കൊടുക്കാവുന്ന ഹെഡിങ് ആണ് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള മാറ്റം. നമ്മൾ പറയാറുണ്ടല്ലോ, ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. കേട്ടിട്ടുണ്ടാകും. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എഴുതി വെക്കണം. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോൾ, ഇതൊരു വലിയ വിജയത്തിലേക്ക് എന്നെ മാറ്റുന്നതാണ് എന്ന് തിരിച്ചറിയണം. ഈ ഡിസേൺമെന്റ്, അതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഒന്നാമതായി പത്രോസ് നമ്മൾ കാണുന്നത് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള മാറ്റം. ഈ പരാജയം പത്രോസിന് പക്ഷെ പരാജയമായിരിക്കും. നമുക്കൊക്കെ സ്വയം സമ്മതിക്കാൻ വലിയ തെറ്റല്ലേ? ഞാനൊക്കെ കുറവുള്ളവനാണ്, തെറ്റുള്ളതാണെന്ന് പറയുവാൻ വലിയ പാടല്ലേ? പള്ളിയിലൊക്കെ പൊതുയോഗം നടക്കുമ്പോൾ അറിയാം, എല്ലാവരും മിടുക്കന്മാരാണ്, ആരും മോശക്കാരില്ല. അച്ഛൻ മാത്രമേ അവിടെ മോശക്കാരനായിട്ട് കാണുള്ളൂ, ബാക്കി എല്ലാം മിടുക്കന്മാരായിരിക്കും. സ്വയം താഴുവാൻ, കുറവുകൾ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുകയില്ല. അതുകൊണ്ട് പത്രോസ് സ്വയം തിരിച്ചറിഞ്ഞു, ഞാൻ കുറവുള്ളവനാണ്, പാപിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവ് അവനെ ഒരു രൂപാന്തരത്തിലേക്ക്, മാറ്റത്തിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് വഴി നടത്തി. പ്രിയ സഹോദരങ്ങളെ, പത്രോസിനെ പോലെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. നമ്മുടെ ധ്യാനത്തിൻ്റെ അനുഭവം അതിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ചിലർക്കുണ്ടായ രൂപാന്തരം, ചിലർക്കുണ്ടായ മാറ്റമാണ് നമ്മുടെ ചിന്താവിഷയം. ഒന്നാമത് നമ്മൾ കണ്ടത് ആരെയാണ്? പത്രോസ്. ജീവിതത്തിൽ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ
ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ പുതിയ തൊഴിലേൽപ്പിച്ചു. പിന്നെയോ തെറ്റ് ചെയ്തു, കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അവിടെ കൊണ്ടും പത്രോസ് തളർന്നില്ല. പത്രോസ് പിന്നെയും നമ്മൾ കാണുന്നുണ്ട്, തിബരിയോസ് കടലിൽ വെച്ച് കർത്താവിനെ കണ്ടപ്പോൾ അവൻ വീണ്ടും അവന്റെ പാപങ്ങളെ കുറിച്ച് ബോധ്യമായി. അവൻ ഏറ്റു പറഞ്ഞു. കർത്താവ് അവനെ 3 പ്രാവശ്യം കൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പത്രോസിനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു നോക്കണം. പത്രോസ് 3000 പേരെ പെന്തിക്കോസ് ദിവസം അവന്റെ ഒറ്റ പ്രസംഗത്തിലാണ് 3000 പേര് സഭയോട് ചേർന്നത്. ആലോചിച്ച് നോക്കി, എത്ര ആർജവത്തോടുകൂടിയാണ് പത്രോസ് പിന്നീട് പ്രവർത്തിച്ചത്. യേശു ക്രിസ്തുവിന് വേണ്ടി തലകീഴായി ക്രൂശിക്കുവാൻ പത്രോസ് തയ്യാറായി. അപ്പോൾ പുതിയ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ വീഴ്ചയിൽ അവന് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ വീഴ്ചയിൽ നിന്നൊക്കെ വീണ്ടും എഴുന്നേൽക്കുവാൻ പത്രോസിനിടയായത് ദൈവ സാന്നിധ്യമാണ്. ഈ ദൈവ സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പത്രോസിനുണ്ടായ മാറ്റം പോലെ എനിക്കും നിങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം ഭാഗത്തായിട്ട് നമ്മൾ വരുമ്പോൾ 2-ാമത് ആയത്തേനായിരുന്നു പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള മാറ്റം. 2-ാമതായി നമ്മൾ കാണുന്നു ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വേദഭാഗം. നമ്മൾ 2-ാമത്തെ വ്യക്തിയെ പരിചയപ്പെടാൻ പോവുകയാണ്. 12-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ. ഈ കോണ്ടക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവ് കടന്നു പോകുന്നു എന്നറിഞ്ഞ് കർത്താവിന് മുമ്പേ കവിണ് വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ശുദ്ധമാക്കുവാൻ നിനക്ക് മനസ്സുണ്ട്, നീ എന്നെ ശുദ്ധനാക്കണം. കർത്താവ് പറഞ്ഞ എന്നെ തിരിഞ്ഞ് കർത്താവ് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. ചിലരവനെ പരിഹസിച്ചു, ചിലരവനെ കുറ്റം ചുമത്തി. കർത്താവ് മനുഷ്യപുത്രൻ പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് സമൂഹം തിരിച്ചറിയുവാൻ കർത്താവിനോട് പറഞ്ഞു. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു, നീ നിന്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക. ഇതാണ് കോണ്ടക്സ്റ്റ്. 2-ാമത് നമ്മൾ കാണുന്നത് ആരെയാണ്? പക്ഷപാത രോഗിയെ, കുഷ്ഠരോഗിയെ നമ്മൾ കാണുകയാണ്. ഈ വേദഭാഗവും നമ്മൾ ചിന്തിച്ചാൽ അറിയാം, യേശു വരുന്നത് അവൻ അറിഞ്ഞു, അല്ലേ? ക്രിസ്തുവിന്റെ വരവറിഞ്ഞ് പലരും അവരെ നിരുത്സാഹപ്പെടുത്തി, നീ കുഷ്ഠരോഗിയല്ലേ, നീ എന്തിനാണ് ക്രിസ്തുവിനെ കാണുവാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുഷ്ഠരോഗിയെ നിരാശപ്പെടുത്തിയപ്പോൾ അവൻ ഉച്ചത്തിൽ കരഞ്ഞു എന്നാ പറഞ്ഞു. എന്ത് ചെയ്തു? അവൻ ശത്രുസത്യം എടുത്ത് ഉച്ചത്തിൽ കരഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കവിണ് വീണു. കുഷ്ഠരോഗിയെ കുറിച്ച് മനസ്സിലാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ദൈവസന്നിധിയിൽ കവിണ് വീണ് പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, പ്രതിസന്ധികളിൽ മാത്രം കർത്താവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചില ചിന്താഗതി. പ്രയാസം വരുമ്പോൾ മാത്രം മതി ദൈവം, പ്രയാസം വരുമ്പോൾ മാത്രം ദൈവത്തെ അറിയും. സുഖം വരുമ്പോൾ പലപ്പോഴും നമ്മളത് മറന്നുപോകും. ചിലർ പറയാറുണ്ടല്ലോ, സ്തോത്രം എന്ന് പറയുന്നത് ചിലരുടെ മാത്രം അവകാശമാണെന്ന് പറയും. എപ്പോഴും പറയുന്നുണ്ടല്ലോ, എപ്പോഴും ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുവീൻ എന്നാ ബൈബിളിൽ പറയുന്നത്. ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് എപ്പോഴാ? പ്രയാസങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നന്മ നമുക്ക് ദൈവം തരുമ്പോഴും എന്ത് പറയണം? സ്തോത്രം പറയണം. അങ്ങനെയാണെങ്കിൽ രോഗം വരുമ്പോൾ എന്ത് പറയണം? സ്തോത്രം പറയണം. കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ കുരുടനായ മനുഷ്യൻ പാപിയായി ഇവന്റെ കണ്ണുപൊട്ടനായി ജനിക്കുവാൻ കാരണമാരാണ്? ഇവനോ ഇവന്റെ മാതാപിതാക്കളോ? കർത്താവിന് ഉത്തരം പറഞ്ഞത്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ കുറ്റം ചെയ്തിട്ടല്ല, പിന്നെയോ ദൈവ മഹത്വം അവനിൽ വെളിപ്പെടുവാനത്രേ. കർത്താവ് പറയുന്നതാണ്, പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ കൂടി വെളിപ്പെടുവാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കുഷ്ഠരോഗി അത് തിരിച്ചറിഞ്ഞു, യേശുവിനോട് കവിണ് വീണ് പ്രാർത്ഥിച്ചു. നമ്മുടെ പിതാക്കന്മാര് ജാമപ്രാർത്ഥനകളും അതുപോലൊപ്പം തന്നെ കുമ്പിടിയിൽ നമസ്കാരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് വൈദികർക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ സഭയിലെ ശുശ്രൂഷക്കാർക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ ഭവനങ്ങളിൽ എത്ര പേര് രാവിലെയും വൈകിട്ടും കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ ഈ ലോകത്തിന്റെ തിരക്കുകളെ ഒന്നും അവഗണിച്ചുകൊണ്ടല്ല. ഞാനും പലപ്പോഴും തിരക്കുകൾ പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തുവാൻ അങ്ങനെ അങ്ങോട്ട് കഴിയുന്നില്ല. പക്ഷെങ്കിൽ ഓർക്കുക, രാവിലെയും വൈകിട്ടും ദൈവസന്നിധിയിൽ
കവിണ് വീണ് പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തോട് നമസ്കാരം നടത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ പറയുന്നത് പ്രഭാത നമസ്കാരം, രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്നാ? കുമ്പിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാരം, അല്ലേ? അതാണ് നമസ്കാരം. അല്ലെങ്കിൽ അത് വെറും വാചാപ്രാർത്ഥനയായി പോകും. അതുകൊണ്ട് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കുമ്പിട്ട് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ്, അല്ലേ? ഡോക്ടർമാർ പറഞ്ഞാൽ നമ്മൾ കേൾക്കും. ഷുഗർ വന്നു, പ്രഷർ വന്നു, പേഷ്യന്റിനോട് ഡോക്ടർ പറയുകയാണ്, നീ രാവിലെ 6 തൊട്ട് 7 വരെ നടക്കണം, പ്രഭാതം വാക്കിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1.5 മണിക്കൂർ വേണം നടക്കും. പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു, നീ നോമ്പ് നമസ്കാരങ്ങൾ മുടക്കാതെ നടത്തി ദണ്ഡ നമസ്കാരങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വിസ്മരിച്ചു. കാരണം എന്നാ? പിതാക്കന്മാർ നോമ്പിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ചില ശരീരത്തിന് ഗുണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. തിന്മയിൽ നമ്മളെ ശരീരം വിട്ടുമാറണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കണം. അതിനാണ് നോമ്പിൽ ഉപവാസം, ഭക്ഷണ ക്രമീകരണം, നോമ്പ് കുമ്പിടിയിൽ, നോമ്പിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് ഇതിനു വേണ്ടിയാണ്. ഇന്ന് നോമ്പ് നോക്കുന്നത് ആരുണ്ട്? എനിക്കും ചില പ്രയാസമുണ്ടാകും. ഇവിടെ ഇടവയിൽ 13 നോമ്പ് നടക്കുകയാണ്. 13 നടക്കുമ്പോൾ ചില സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ചൊരു വിവാഹം അറേഞ്ച് ചെയ്തു. നോമ്പിൽ വിവാഹം അനുവദനീയമല്ല, പക്ഷെ എങ്കിലും ആ നോമ്പിൽ വിവാഹം അനുവദിച്ചു. വിവാഹം നടന്നു, റിസപ്ഷൻ ഹാളിൽ ചെന്നു. ഭയാനകമായ രംഗം. കോഴിയും ചിക്കനും മട്ടണും ഒക്കെ വെച്ചുള്ള വിഭവസമൃദ്ധമായ ഊണ്. ഞാൻ ചോദിച്ചു, നോമ്പാണെന്നറിയില്ലേ? എന്നോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം, പരിശുദ്ധ ബാബാ തിരുമനസിന്റെ കൽപ്പനയിൽ നോമ്പിലെ ഭക്ഷണം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടാ കൊടുത്തത്. വാക്കാൽ പറഞ്ഞു, പക്ഷെങ്കിൽ ആ കൽപ്പനയിൽ അതില്ല. ഇത് പിടിച്ചാണ് അങ്ങനെ ഭക്ഷണം ക്രമീകരിച്ചത്. ആലോചിച്ച് നോക്കി. വാചാൽ പറഞ്ഞ അങ്ങനെ ചെയ്യാവൂന്ന് പറഞ്ഞ കാര്യത്ത് നോമ്പിന്റെ ക്രമീകരണം, ഭക്ഷണത്തിന്റെ എല്ലാ രംഗങ്ങളും അതിസീമകളെയും ലംഘിച്ച് നോമ്പിലെ അനുഭവം മറക്കുന്നവരെ, പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നോമ്പും പ്രാർത്ഥനയും നടത്തുവാൻ ഒരു പക്ഷെങ്കിൽ പൂർണ്ണതയിൽ കഴിഞ്ഞില്ല എങ്കിലും ഒരു അറ്റംപ്റ്റെങ്കിലും ചെയ്തുകൂടെ? ഒന്നതിനെങ്കിലും ശ്രമിച്ചെങ്കിലും ചെയ്തുകൂടെ? ഇതുപോലും നമ്മൾ ചെയ്യാതെ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ചില അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും? ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവിനെ കണ്ട് കവിണ് വീണ് പ്രാർത്ഥിച്ചു. കർത്താവോട് പറഞ്ഞ എന്നാ? നീ എന്നെ സൗഖ്യമാക്കണമേ എന്നല്ല. ആണോ? നമ്മളാണെ പറയും, ചിലരുടെയൊക്കെ പ്രശ്നം കേട്ടാൽ, അറിയാമേ ഇവന്റെ കാലയെ തൊടയണമേ, ഇപ്പോൾ ഇതാ അവന്റെ കാലിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ദൈവത്തോട് പറയുകയാണ്, നീ വന്ന് ഇപ്പോൾ തൊടണം, തൊട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, നിന്നെ ഞാൻ ഇറക്കിക്കൊണ്ട് വരും, നീ തൊടും. ഇതാണ് ആധുനികതയിലെ പ്രാർത്ഥന. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു തന്നെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. ഇതായിരിക്കണം പ്രാർത്ഥന. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പ്രയാസത്തിൽ ശൗല് പ്രാർത്ഥിച്ചു, പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു ശുഗലമുണ്ട്, അതൊന്ന് മാറ്റിത്തരണം. എന്താ കർത്താവ് പറഞ്ഞത്? മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിൻ്റെ കൃപയാണ് ആവശ്യം. അതുകൊണ്ട് ഓർക്കുക, പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ, പ്രയാസം കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയ്ക്ക് എന്നെ ശുദ്ധനാക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്നെ അങ്ങ് ശുദ്ധനാക്കണമേ. കർത്താവ് പറഞ്ഞ എന്നാ? തിരിച്ചു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. ദൈവസന്നിധിയിൽ സ്വയം തിരിച്ചറിയുക. കർത്താവ് ശുദ്ധനാകുവാൻ കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് പറ്റി? കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നെ ശുദ്ധനാക്കുവാൻ മനസ്സുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, മുത്തുച്ചിപ്പിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അല്ലേ? ഈ മുത്തുച്ചിപ്പി, മനോഹരമായ മുത്തുച്ചിപ്പി നമുക്ക് നൽകുന്നത് എങ്ങനെയാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മുത്തുച്ചിപ്പി കക്ക ഇങ്ങനെ നീങ്ങുമ്പോൾ ഈ വെള്ളത്തിൽ തിരയുടെങ്കിലും പെട്ടൊരു മണൽത്തരി ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും. ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അറിയാം, കക്കയ്ക്കുള്ളിൽ കയറിയാൽ, ഒരു ചെറിയ മണൽത്തരി പോലും കയറിയാൽ എന്താണ്? ആ കക്കയ്ക്ക് ഭയങ്കരമായിട്ട് വേദനയുണ്ടാകും, ചിപ്പിക്ക് വളരെ വേദനയുണ്ടാകും. പക്ഷെങ്കിൽ ചിപ്പി എന്ത് ചെയ്യും? ഈ കയറിയ കല്ലിനെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും കക്കയ്ക്കുള്ളിൽ ഒളിച്ചു വെക്കും. ക്രമേണ അതിൻ്റെ ശരീരത്തിൽ ഒരു സ്രവം പുറപ്പെട്ട് ഈ കല്ല് പൊതിയും. ക്രമേണ ഈ കക്കയ്ക്കുള്ളിലായ കല്ല് എന്തായിട്ട് മാറും? മുത്തായിട്ട്, ഏറ്റവും വിലപിടിപ്പുള്ള
മുത്തായിട്ട് മാറും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഈ സംഭവം. അപ്പോൾ വേണമെങ്കിൽ മുത്തുച്ചിപ്പിക്ക് പല രീതിയിൽ അതിനോട് പ്രതികരിക്കാം. ചിലപ്പോൾ വേദന ഉണ്ടാക്കിയ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി ജീവിക്കാം, അല്ലേ? എന്തിനാണ് എൻ്റെ ഈ മനോഹരമായ ശരീരത്തിനുള്ളിൽ കല്ല് വന്ന് കയറിയത്? ദൈവം അറിയുന്നില്ലേ? ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? വേദനിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുറ്റപ്പെടുത്തലിൻ്റെ അനുഭവത്തിൽ കക്കയ്ക്ക് വേണേൽ പ്രതികരിക്കാം. അതല്ല, വേറെ ഇതിൽ പ്രതികരിക്കാം, ഒഴിഞ്ഞു മാറാം. എങ്ങനെയെങ്കിലും ശരീരത്തിൽ ആ കല്ല് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ പുറത്തു കളയാൻ കക്കയ്ക്ക് സാധിക്കും. വേറെ അതിൽ പ്രതികരിക്കാൻ നോക്കുന്നത് നിഷേധാത്മകമായ സമീപനത്തോട് പ്രതികരിക്കാം. നമ്മളൊക്കെ ചില ഏത് കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നിഷേധാത്മകരെ പ്രതികരിക്കും. മറ്റൊന്ന്, ധീരമായി പ്രതിസന്ധികളെ നേരിടാം. ഈ കക്ക ചെയ്യുന്നത് ധീരമായി പ്രതിസന്ധികളെ നേരിടുകയാണ്. തൻ്റെ ശരീരത്തിൽ വേദനയുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലൊരു എയിമുണ്ട്, ലക്ഷ്യമുണ്ട്. കാരണം എന്നാ, ഇത് കുറെ കഴിയുമ്പോൾ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഏറ്റവും വിലയേറിയ മുത്തായി മാറുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മുത്ത് ചിപ്പി ഈ മുത്തിനെ തൻ്റെ ശരീരത്തിനുള്ളിൽ പൊതിഞ്ഞ് ആവരണം ചെയ്ത് കുറെ കഴിയുമ്പോൾ മനോഹരമായി മുത്തായി ലോകത്തിന് പ്രദാനം ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ മുത്തുച്ചിപ്പിയെ പോലെയാകണം. പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. പക്ഷെങ്കിൽ ഇത് എനിക്ക് ലോകത്തിന് നന്മ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നതായി തീരണം എന്ന് വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഫാദർ ഡാമിയനും മദർ തെരേസയും ഒക്കെ ഇതൊക്കെയായിരുന്നല്ലോ. അറിയാമല്ലോ, ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച അവസാനം കുഷ്ഠം ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഉണ്ടാകാം. പക്ഷെങ്കിൽ ഇതിനെ തരണം ചെയ്യുവാൻ മുത്തുച്ചിപ്പിയെ പോലെ ദൈവത്തെ ആശ്രയിച്ച് ധൈര്യത്തോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇവിടെ നമ്മൾ കണ്ടു, കുഷ്ഠരോഗി എന്ന് പറഞ്ഞു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക. പിന്നീടാണ് നമ്മൾ കാണുന്നത്, പരീശന്മാരും പുരോഹിതന്മാരും എന്ത് ചെയ്തു? കുറ്റം പറഞ്ഞു. ഇവനിത് കഴിയുമോ? ഉടനെ കർത്താവ് പറയുന്നത്, നീ നിന്റെ സാക്ഷ്യത്തിനായി പുരോഹിതനെ ചെന്നു കാണണം. പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തണം, നിനക്ക് കുഷ്ഠമില്ല. അങ്ങനെയെങ്കിൽ നീ കുഷ്ഠത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നവനാകും. കർത്താവ് പറയുന്നത്, പുരോഹിതന്മാരെ കണ്ട് നീ ചില കാര്യങ്ങൾ ചെയ്യണം. പിന്നീട് പറയുന്നു, പിന്നീടാണ് എനിക്ക് ഏറ്റവും ആ ഭാഗത്ത് സത്യമായി തോന്നുന്നത്, കർത്താവ് അവന് കുഷ്ഠത്തിൽ നിന്ന് വിടുതൽ നൽകിയ ശേഷം അവൻ വിജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. കൊച്ചുവാക്ക എന്താ പറയുന്നത്? അവനും അത്ഭുതങ്ങൾ നടത്തിയ ശേഷം അവിടെ നിന്നും മാറി വിജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. ഇത് നമ്മളൊക്കെ ഇന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മളൊക്കെ ആണെങ്കിൽ ചെറിയൊരാൾക്ക് പാരിതോഷികം കൊടുത്താലും മനോരമയുടെ ഫ്രണ്ട് പേജിൽ വരണം, അല്ലേ? ഇടവകയിൽ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ ട്രസ്റ്റിയും സെക്രട്ടറിയും വികാരിയും ഒക്കെ നിൽക്കുന്ന ഒരു പടം മനോരമയുടെയോ മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ വരണം. അല്ലെങ്കിൽ ഈ കൊടുത്താൽ വല്ല ഗുണമുണ്ടോ? സമൂഹ വിവാഹം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോ ഇവിടെ വരണം, പത്രത്തിൽ വേണം. കർത്താവ് പറയുന്നു, നീ അങ്ങനെ ചെയ്തുവെങ്കിൽ നിനക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഇന്ന് നമ്മളൊക്കെ ചില സമൂഹങ്ങളൊക്കെ എന്തെങ്കിലാണ് ബാഹ്യമോടികളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതിനെ പ്രൊജക്ട് ചെയ്ത് അതിൽ നിന്നും ചില പേരുകളും പെരുമകളും സമ്പാദിക്കുക. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ വായിച്ചു നോക്കും, അറിയാം, അവനത് ചെയ്തു, ആരോടും പറയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. പിന്നീട് വായിക്കുന്നു, അവൻ ചെയ്ത ശേഷം അവിടെ നിന്നും മാറിപ്പോയി. ഇവിടെ പറയുന്നത് അവൻ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഇതാ, കർത്താവ് അത്ഭുതങ്ങളോ നന്മകളോ ചെയ്താലേ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവനല്ല. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവനല്ല ക്രിസ്തു. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇതുപോലെ ആയിത്തീരണം. നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നു. നമ്മളെന്താ സാക്ഷ്യം പറയുവാൻ അവസരം നൽകാത്തത്? ചിലർ ചോദിക്കാറുണ്ട്, ചിലർ സാക്ഷ്യം പറയും. എന്തുകൊണ്ട് നമുക്ക് സഭയ്ക്ക് മാത്രം സാക്ഷ്യമില്ല? സാക്ഷ്യം പറയേണ്ടത് ആരുടെ മുന്നിലാണ്? ക്രിസ്തുവിന്റെ മുന്നിലാണ്. രഹസ്യത്തിൽ കാണുന്നവനായ ക്രിസ്തു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ബൈബിൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സാക്ഷ്യം പറയേണ്ടത് ദൈവസന്നിധിയിലാണ്. അവൻ ചെയ്തതിനെ കുറിച്ച് നല്ലതാകിലും ചീത്തയാകിലും കർത്താവിന് ന്യായവിധിയെങ്കിൽ ഈ ഒരു സാക്ഷ്യം പറയേണ്ട അനുഭവം ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ സാക്ഷ്യം പറയേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ഈ കുഷ്ഠരോഗി ക്രിസ്തു ആരാണ് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ രോഗത്തെ, എൻ്റെ പ്രയാസത്തെ മാറ്റണം. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ് അവനെ സൗഖ്യമാക്കി. ഈ കുഷ്ഠരോഗിയെ പോലെ
കർത്താവിൻ്റെ അനുഭവം തൊട്ടറിഞ്ഞ് ഒരു മാറ്റത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഞാൻ പറഞ്ഞു, ആദ്യത്തെ പത്രോസിന്റെ അനുഭവമായിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു കുഷ്ഠരോഗിയുടെ അനുഭവത്തെ ചിത്രീകരിക്കുന്നത് രോഗത്തിൽ നിന്നും ആരോഗ്യത്തിലേക്കുള്ള മാറ്റം. നമ്മുടെ ജീവിതത്തിൽ രോഗത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അതിനെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്ന വിശ്വാസത്തോട് കർത്താവിലേക്ക് ചെന്നാൽ ആ മാറ്റം തീർച്ചയായും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. രോഗത്തിൽ നിന്നും ആരോഗ്യത്തിലേക്കുള്ള മാറ്റം, ഇതാണ് കുഷ്ഠരോഗി നമ്മളോട് പറയുന്നത്. ഒന്നാമതായി പത്രോസ് ശ്ലീഹ നമ്മളോട് പറയുന്നു, പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള മാറ്റം നൽകുവാൻ ക്രിസ്തുവിന് സാധ്യമാണ്. രണ്ടാമതായി കുഷ്ഠരോഗി പറയുന്നു, രോഗത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ആരോഗ്യത്തിലേക്ക് മാറ്റുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു. പക്ഷെ ഒന്ന് ചെയ്യണം, ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ അറിയണം. ഇതാണ് ഈ രണ്ടുപേരും നമ്മളോട് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഈ വേദഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് 17-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമതായി നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് 17-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ. ഇത് നമുക്ക് വളരെ സുപരിചിത വ്യക്തിയാണ്. ആരാണ് ഇവിടെ പറയുന്നത്? തളർവാദ രോഗി. ക്രിസ്തു ഇരിക്കുന്നത് അറിഞ്ഞ് വീടിന്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി കർത്താവിന്റെ മുന്നിൽ വെച്ച് കർത്താവ് പറയുകയാണ്. അവരെ കൊണ്ടുവന്നവിടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പറയുന്നു, മകനെ, നിന്റെ രോഗങ്ങൾ, പ്രയാസങ്ങൾ ഞാനിതാ മോചിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു വിമർശിച്ചു. കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന് കാണിക്കുവാൻ നീ കട്ടിലെടുത്ത് നടക്കുക എന്ന് പക്ഷപാത രോഗിയോട് കർത്താവ് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവജനമേ, ഈ മൂന്നാമത്തെ തളർവാദ രോഗിയെ നോക്കി ക്രിസ്തുവിന്റെ അടുക്കൽ അവരെങ്ങനെയാ വന്നത്? 4 പേരാൽ ചുമക്കപ്പെട്ട് നടക്കുവാൻ കഴിയാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ കടന്നു വന്നവനാണ് ഈ തളർവാദ രോഗി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, കർത്താവ് പ്രസംഗിക്കുവാനായി ഇരിക്കുമ്പോൾ അവനെ കൊണ്ടുവന്നവർ അവരുടെ ക്രിസ്തുവിരിക്കുന്ന ആ സ്ഥലത്തിന് മുഴുവൻ ചുറ്റപ്പെട്ട ആളുകൾ നിൽക്കുന്നത് കൊണ്ട് അകത്ത് കയറുവാൻ കഴിയില്ല. നമ്മുടെ പള്ളിയിലും ചിലരൊക്കെ പള്ളിയിൽ വരുന്ന എന്തിനു വേണ്ടിയാ? പല ഉദ്ദേശങ്ങളാണ് ചിലർക്കും. ചിലർക്ക് പള്ളിയിൽ വന്നാൽ എന്താണെന്ന് കാണണം. ഈ പള്ളിയിൽ നടക്കുന്ന എന്താണെന്ന് കണ്ടാൽ മതി, മറ്റൊന്നും അറിയണ്ട. പള്ളിയിൽ നടക്കുന്നത് ശരിയാണോ, കാര്യങ്ങളെല്ലാം വസ്തുവായിട്ട് പോകുന്നുണ്ടോ എന്നൊന്നും അറിയണം. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? പള്ളിക്ക് പുറത്ത് നിന്ന് കാര്യമൊക്കെ പറഞ്ഞോണ്ട് നിൽക്കും. ചിലർ പള്ളിയിൽ വരുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. ചില പള്ളിയിലൊക്കെ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ആകാന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതിന് പവറാണ്. ഞാൻ മുമ്പിരുന്നൊരു പള്ളിയിൽ, മദ്രാസിലിരുന്ന പള്ളിയിൽ 86 വയസ്സുണ്ടൊരു അപ്പച്ചൻ. അപ്പച്ചനെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യ. അപ്പച്ചനെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ പള്ളിയിൽ 2 ചേരിയായി വോട്ട് നടക്കുകയാണ്. അപ്പം ഒരു ചേരി കൊണ്ടുവന്നിരിക്കുകയാണ്. 86 വയസ്സുള്ള അപ്പച്ചൻ വോട്ട് ചെയ്യാൻ വന്നു. കാരണം എന്നാ, ഈ വോട്ട് കിട്ടിയാൽ ഈ വ്യക്തിക്ക് അവിടുത്തെ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ആകാം. കമ്മിറ്റി മെമ്പർ ആകാന്ന് പറയുന്നത് മെമ്പർ MP-യുടെ പവറാണ്. ഈ അധികാരങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ വരുന്ന ചിലരുണ്ട്. ചിലർ ഇങ്ങനെ വരും. ചിലർ പള്ളിയിൽ വരുന്നത് കുറ്റം പറയാൻ. ഏതാ, അച്ഛൻ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഇന്ന കുറ്റം പറഞ്ഞു. ഒരാള് കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്താണ്. ഒരു ഫോൺ വന്ന് കുറച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഒരു ദിവസം പ്രസംഗിക്കേണ്ട വേദഭാഗം മാറ്റി പ്രസംഗിച്ചു. ഒരു ദിവസം നമുക്കറിയാമല്ലോ, പെന്തിക്കോസ് ദിവസങ്ങളിലൊക്കെ പ്രസംഗം പ്രാർത്ഥനയൊക്കെ മാറി മാറിയാണ്. ശരി, സെയിം പ്രാർത്ഥന അല്ലെങ്കിൽ വേദഭാഗങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇപ്പം നമ്മുടെ ദേവങ്കേലിയിൽ വായിക്കുന്നു. അപ്പോൾ ആ ദിവസം ആ വൈദികൻ അത് മാറ്റി വേറൊരു വേദഭാഗം എടുത്ത് വായിച്ചു. അപ്പോൾ ഈ ആൾ പറയാൻ വന്നെന്നറിയാമോ? അച്ഛനറിയാമോ, ആ വേദഭാഗത്ത് എന്നെ ശരിക്ക് 2 വാക്ക് പറയാൻ വേണ്ടിയാണ് ആ വേദഭാഗം ആ അച്ഛൻ വായിച്ചത്. വായിക്കേണ്ട വേദഭാഗം മാറി വേറൊരു വേദഭാഗം എടുത്ത് വായിച്ചത് എന്നെ കുറ്റപ്പെടുത്തി. വെറുതെ വേറൊരു വിഷയമാണ്. അച്ഛനും വീണ്ടും നമ്മൾ വേറെ മുൻ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ വേദഭാഗം എടുത്ത് പ്രസംഗിച്ചത്. എന്നോടല്ലേ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഇഷ്ടം, അച്ഛൻ ഏതെങ്കിലും വേദഭാഗം വായിക്കുന്ന എന്നാ? അതല്ല, എന്നെ മനഃപൂർവ്വം മറ്റുള്ള മുമ്പിൽ നാറ്റിക്കാൻ വേണ്ടി, മറ്റുള്ള മുമ്പിൽ എന്നെ മനഃപൂർവ്വം മോശക്കാരനാക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഈ വേദഭാഗം വായിച്ചത്. ഞാൻ പറഞ്ഞത്, ചിലർ പള്ളിയിൽ വരുന്നത് ഇങ്ങനെയാണ്, കുറ്റം കാണാൻ. എന്തെല്ലാം കുറ്റം ഇവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുക. പിന്നെ ചിലരുണ്ട്
നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്താൽ പള്ളിയിൽ കൊണ്ടുവരും. നല്ലൊരു സാരി എടുത്തു, നല്ലൊരു ചെരുപ്പെടുത്തു, നല്ലൊരു ഉടുപ്പെടുത്തു. ആര് കാണണം? 10 പേരൊന്ന് കാണണം. അതിനുള്ള വേദി പള്ളിയാണ്. പ്രത്യേകിച്ച് ഇവിടൊക്കെ അല്ല, ഔട്ട്സൈഡൊക്കെ ചെന്നാല് പള്ളി എന്ന് പറയുന്നത് ഗെറ്റ് ടുഗദർ എന്നാണ് പറയുന്നത്. പള്ളി പ്രാർത്ഥനയ്ക്കല്ല പോകുന്നത്, ഗെറ്റ് ടുഗദർ. എല്ലാവരും ഒന്ന് കാണണം. നല്ല സാരി ഒന്ന് കൊള്ളാമല്ലോ, സാരി എന്ന് കൊള്ളാമെന്ന് ചോദിക്കണം. ഏതാ നല്ല ചെരുപ്പാണല്ലോ എന്ന് പറയണം. കൊള്ളാമല്ലോ, നിന്റെ ഹെയർ സ്റ്റൈലൊക്കെ മനോഹരമായിരിക്കുന്നല്ലോ, ഇത് കേൾക്കുമ്പോൾ സന്തോഷം. ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് എന്തെങ്കിലുമൊക്കെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പള്ളിയിലൊക്കെ ചിലത് കിട്ടുന്ന ഡ്രസ്സൊക്കെ ചില കണ്ടാൽ അറിയാമല്ലോ. ഈ ഡ്രസ് കോഡൊക്കെ പലപ്പോഴും പള്ളിയിൽ, നമ്മുടെ പള്ളിയിലൊക്കെ ഓർക്കണം, ഡ്രസ് കോഡ് മനോഹരമായിരിക്കും. പള്ളിയിൽ പോകുമ്പോൾ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇത് നമ്മുടെ പള്ളിയിലൊക്കെ അക്ഷരം പ്രതി പാലിക്കേണ്ടത്. ചിലതൊക്കെ ഡ്രസ്സ് കണ്ടാൽ കുർബാന കൊടുക്കാതെ തിരിച്ചു പോകാൻ തോന്നും. പറയാണ് ഞാൻ പറഞ്ഞത്, പള്ളിയിൽ വരുന്നത് ചിലരിങ്ങനെയാണ്. ചിലർ പള്ളിയിൽ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത്, പള്ളിയിൽ വരുന്നവർ തന്നെ വ്യത്യസ്തമായ ചിന്തകളോടുകൂടി ആഗ്രഹത്തോടുകൂടി പള്ളിയിൽ വരുന്നവരുണ്ട്. ഇവിടെ കർത്താവിനെ കാണുവാൻ വന്നവരുടെ കൂട്ടത്തിലും ഇങ്ങനെയായിരുന്നു. പരീശന്മാർ വന്നതിന് വേണ്ടിയാ ഇവൻ ശാപത്തിൽ സൗഖ്യമാക്കുന്നത് കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനെ ഒന്ന് കുറ്റം പിടിക്കാം. ചിലര് വന്നത് കർത്താവ് ആരാണെന്ന് അറിയണം, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ക്രിസ്തു എങ്ങനെ ഇരിക്കുമെന്നൊന്ന് അറിയണം. ചിലർ വന്നതിന് വേണ്ടിയാ അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടിയാണ്. ചിലർ വന്നത് അവൻ അത്ഭുതം മാത്രമല്ല ഭക്ഷണവും നൽകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അടയാളം കണ്ടെന്നുണ്ടല്ല, പിന്നെന്നാ ഭക്ഷിച്ച് തൃപ്തിയായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിച്ചത്. ഇപ്പോൾ ദേവാലയത്തിൽ വരുന്നത് തന്നെ ഇങ്ങനെ വ്യത്യസ്തമായ മോട്ടിവേഷനോടുകൂടി ആഗ്രഹങ്ങളോടുകൂടിയാണ്. അതുകൊണ്ട് ഇവിടെയും പക്ഷെ എന്താ സംഭവിച്ചത്? ഈ കടന്നു വന്നവർ വിശ്വാസികളായി പള്ളിയിൽ കടന്നു വരുന്നവർക്ക് വിലങ്ങുതടിയായി നിന്നു. നമ്മൾ ഓർക്കേണ്ടത്, പള്ളിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായി അല്ലാതെ കടന്നു വരുന്നവർ മുഴുവൻ മാർഗ തടസ്സം. വിശ്വാസി പ്രാർത്ഥിക്കുവാനായി പള്ളിയിൽ വരുമ്പോൾ അധികാരത്തിന് വേണ്ടി നിൽക്കുന്നവൻ വിലങ്ങുതൊടിയാണ്. പള്ളിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ പള്ളിയിൽ കുറ്റം കണ്ടെത്തുവാൻ വരുന്നവൻ പള്ളി വിശ്വാസിക്ക് വിലങ്ങുതൊടിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മളും പള്ളിയിൽ കടന്നു വരുമ്പോൾ, ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ അനേകർ ക്രിസ്തുവിനെ നൽകുന്നവരായി മാറുന്നുണ്ടോ? ഇവിടെ ദേവാലയത്തിൽ ക്രിസ്തുവിനെ കാണുവാൻ വന്ന മനുഷ്യൻ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? 4 ആൾ അവനെ ചുമന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് വെച്ചു. കർത്താവ് പറയുന്നത് ഈ പക്ഷപാത രോഗിയുടെ സൗഖ്യം അല്ലോ, അവന് വിശ്വാസമല്ല. പിന്നെ എന്നാ പറഞ്ഞത്? അവനെ ചുമന്നുകൊണ്ട് വന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും, ഈ രോഗം വന്നാല് നമ്മൾ മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. നമ്മുടെ വ്യത്യസ്ത പ്രാർത്ഥന അടിസ്ഥാനം ഇതാണ്. പിതാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധനായ പരിമലത്തിലൂടെ കബറിലേക്ക് വരുന്നത്. പരിശുദ്ധനായ പരിമലത്തിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയുടെ വിശ്വാസത്തോട് പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന വിശ്വാസത്തോടുകൂടിയാണ് ഈ കബറിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും അതിന് അനുഗ്രഹം ലഭിച്ചിരിക്കും. കർത്താവ് പറയുന്നത് അങ്ങനെയാണ്. അവനെ ചുമന്നുകൊണ്ട് വന്നവർ അവന് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇന്ന് എനിക്കും ഇതിന്റെ വിമർശന ബുദ്ധിയെ കാണുവാനുണ്ട്. പലരും ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു പലരെയും ആ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉദാഹരണം, ചിലരൊക്കെ പരിശുദ്ധന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കും, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും, അല്ലേ? പരിശുദ്ധ പരിമല തിരുമേനി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സഭ പഠിപ്പിക്കുന്നില്ല. വിശ്വാസം, രക്ഷ എന്ന് പറയുന്നത് ആർക്കാണ്? ദൈവത്തിന് മാത്രമാണ്. പലരും നമ്മൾ വിമർശന ബുദ്ധി ചോദിക്കുന്നതാണ്, എന്തിനാണ് ഈ പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത്? ചോദിക്കാറില്ലേ? രക്ഷ നൽകുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ബൈബിളിൽ പറയുന്നു, റോമാലേഖനത്തിൽ പറയുന്നു, സാൽവേഷൻ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധന്മാർക്ക് നൽകുവാൻ സാധിക്കുമോ? സാധിക്കും? ഒരിക്കലുമില്ല. പരിശുദ്ധന്മാർക്ക് രക്ഷ തരുവാൻ സാധ്യമല്ല. പക്ഷെങ്കിൽ നമ്മൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവ് പറയുന്നു, നീതിമാന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു. നമ്മുടെ വിശ്വാസം അതാണ്. പരിശുദ്ധനായ പരിമലത്തിനുമേനി ഞങ്ങൾ രക്ഷിക്കണമേ എന്നല്ല. പരിശുദ്ധനായ പരിമലത്തിനുമേനി, പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ, പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയെ നാവിൽ നിന്നും വേണ്ട പ്രാർത്ഥന ഇതാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അങ്ങയുടെ വിലയേറിയ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകും. ഇതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നവരോട്, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, പരിശുദ്ധന്മാരോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു പരിശുദ്ധനേ ഉള്ളൂ. അതാരാണ്? യേശു ക്രിസ്തു മാത്രമാണ്. ആ പരിശുദ്ധനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഈ മനുഷ്യൻ അല്ലെങ്കിൽ പരിശുദ്ധനായ പരിമളത്തിനുമേനി പരിശുദ്ധനായത് സ്വന്തം ജീവിതം കൊണ്ട് പരിശുദ്ധനായവനാണ്. ആ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന് ഞങ്ങൾക്ക് രക്ഷ തരുവാൻ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. ഇതാണ് നമ്മുടെ വിശ്വാസം. അല്ലാതെ പരിശുദ്ധ പരിമളത്തിനുമേനി നമുക്ക് രക്ഷ നൽകുമെന്നോ വേറൊരു പരിശുദ്ധനുണ്ടെന്നോ എന്ന കൺസെപ്റ്റ് അല്ല. ദൈവം മാത്രമേ ബൈബിൾ പറയുന്ന പോലെ തന്നെ ദൈവത്തിനും മനുഷ്യനിടയിൽ ഒരു പരിശുദ്ധൻ, അത് ക്രിസ്തു അത്രേ. 100% നമ്മുടെ സഭയുടെ വിശ്വാസവും അതുതന്നെയാണ്. ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ. അതാരാണ്? യേശു ക്രിസ്തു. പക്ഷെങ്കിൽ പരിശുദ്ധനായ പരിമല തിരുമേനി ജന്മം കൊണ്ട് വിശുദ്ധനായി, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് വിശുദ്ധനായി ദൈവത്തെ പ്രസാദിപ്പിച്ച് കടന്നുപോയ മനുഷ്യനാകൊണ്ട് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനിയും ആരുടെ നാവിൽ ഞങ്ങളെ രക്ഷിക്കണമേ പരിമല തിരുമേനി എന്ന് പറയരുത്. എന്ത് പറയണം? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പ്രിമേശ്വരായ പ്രാർത്ഥിക്കും, പരിശുദ്ധനായ പരിശുദ്ധന്റെ പ്രാർത്ഥന കേട്ട് ദൈവസന്നിധിയിൽ ദൈവം ഞങ്ങൾക്ക് തുണ നൽകട്ടെ, ദൈവം ഞങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. കേൾക്കുന്നവരെ ഓർക്കുക, മധ്യസ്ഥ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഇതാണ്. യേശു ക്രിസ്തുവിനോട് പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി യാചിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അറിയാം, പൗലോസ്ലീഹ ലേഖനമല്ല ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിയ സഹോദരങ്ങളെ, എനിക്കും സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവീൻ. നിങ്ങൾ വായിച്ചു നോക്കൂ, പൗലോസ്ലീഹ ലേഖനം മുഴുവൻ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കും സഹ പ്രവർത്തകർക്കും വേണ്ടി, സഹവിശ്വാസികൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ വിശുദ്ധതയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, അവനെ ചുമന്നുകൊണ്ട് വന്നവിടെ വിശ്വാസം കണ്ടിട്ട് അവന് പാപമോചനം നൽകി. അവിടെ വിമർശനമുണ്ടായി, ഇവന് പാപങ്ങളെ മോചിക്കുവാൻ കഴിവുണ്ടോ? കർത്താവ് പറഞ്ഞതിനാ, നീ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. എങ്ങനെ പോകണം? എങ്ങനെയാ കടന്നു വന്നത്? 4 ആളുകൾ ചുമന്നുകൊണ്ട് വന്ന മനുഷ്യൻ 2 കാലയിൽ അവന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന അനുഭവം. എനിക്ക് അവിടെയും ശ്രദ്ധേയമായി തോന്നിയൊരു ചിന്ത, വേദഭാഗത്ത് പറയുന്നത്, അവൻ കട്ടിലെടുത്തുകൊണ്ട് സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്താ പറയുന്നത്? അവൻ കട്ടിലും എടുത്തിട്ട് സ്വഭവനത്തിലേക്ക് നടന്നുപോയി. ശ്രദ്ധിച്ചേ, ദൈവം അനുഗ്രഹം നൽകിയപ്പോൾ ആരാണ് ആദ്യം അറിയേണ്ടത്? ഭവനത്തിലുള്ളവരാണ്. ഭവനം എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവം വസിക്കുന്ന ആലയമാണ് ഭവനം. ഇന്ന് പലപ്പോഴും ഭവനങ്ങൾ ദൈവം വസിക്കുന്ന ഭവനമാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷെങ്കിൽ അവൻ അനുഗ്രഹം ലഭിച്ചപ്പോൾ അവൻ ആദ്യം പറയുവാൻ പോയത് ആരോടാണ്? അവന്റെ കുടുംബത്തിൽ ഭാര്യയോട്, കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട്, അവനെ സ്നേഹിക്കുന്നവരോടാണ് പറയാൻ പോയത്. എനിക്കതാണ് ആ വേദഭാഗം ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ളത്. അവൻ കട്ടിലെടുത്ത് സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ ഫാമിലി ലൈഫ് എന്ന് പറയുന്നതൊക്കെ ഇന്ന് ഒരു കൺസെപ്റ്റായി മാറുകയാണ്. എനിക്കറിയാം, പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, ഇന്ന് എത്ര പെട്ടെന്ന് കൂട്ടി യോജിക്കുന്നു അത്ര പെട്ടെന്ന് പിരിഞ്ഞു പോവുകയും. അതുകൊണ്ട് പറയാറുണ്ട്, ഒരു ഫ്രേസ് പറയാറുണ്ട്, വന്നു കണ്ടു കെട്ടി പൊട്ടി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വന്നു കണ്ടു കെട്ടി പൊട്ടി. ഈ വന്നു കണ്ടു എന്ന് അറിയാമോ? ഇന്റർനെറ്റ് ചാറ്റിംഗ് ഇന്ന് മുഴുവൻ നെറ്റിൽ കൂടിയാണല്ലോ. വന്നു, നെറ്റിലൊരു പടം കാണും, നല്ല മുഖം, അവളുടെ ഏറ്റവും സുന്ദരമായ മുഖം, ഫേസിലൊക്കെ തൂത്ത് നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല ഫോട്ടോ ഇന്റർനെറ്റിൽ കൊടുക്കും. ഇത് കാണുന്നത് നമുക്ക് വലിയ സന്തോഷം അല്ലേ? അല്ലെങ്കിൽ എന്നെ മരുമകളാകാൻ പോകുന്ന മകളെ മുഖം ഒന്ന് കാണും, എന്തൊരു സൗന്ദര്യമാണ്. ഇപ്പൊ നെറ്റിൽ കൂടി വന്നു കണ്ടു. പണ്ടൊക്കെ എന്ന് പറഞ്ഞ പിതാക്കന്മാർ വീട്ടിൽ പോയി ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ, പിൽക്കാലത്ത് പ്രശ്നം ഉണ്ടായി, വീട്ടുകാർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ വരുന്നത് ഇന്റർനെറ്റിൽ കൂടി ചാറ്റിങ് ചെയ്ത് ചീറ്റ് ചെയ്യുക. അപ്പൊ ചാറ്റിങ്ങിൽ കൂടി കണ്ടു, വന്നു, നെറ്റിൽ കൂടി നല്ല പടം കണ്ടു, കെട്ടി. അപ്പനും അമ്മ പോലും അറിയത്തില്ല, പോയി ചില പെട്ടെന്ന് വിവാഹം നടത്തും. അപ്പനും അമ്മയും അറിഞ്ഞാണെങ്കിൽ പോലും ചില നിർബന്ധ ബുദ്ധിയെ വിവാഹം കഴിച്ച് കൊടുക്കും. അവസാനമാണ്
പൊട്ടി. 1 മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ മനസ്സിലാക്കും ഇവൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെണ്ണല്ല. അല്ലേ? നിങ്ങൾ പത്രത്തിൽ കഴിഞ്ഞ 1 മാസം വായിച്ചല്ലോ, ഒരു പെൺകുട്ടി ഒരാളുടെ മിസ് കോൾ ഫോണിൽ കിട്ടി. മിസ് കോളിന് തിരിച്ചങ്ങോട്ട് മിസ് കോൾ കൊടുത്തു. മിസ് കോൾ പ്രണയമായി മാറി. കുറച്ചു നാൾ കഴിഞ്ഞു ഈ ആൺചിറക്കം പറഞ്ഞു, മകളെ, അല്ലെങ്കിൽ എടി നീ നമുക്ക് ഒളിച്ചോടണം. ഇവൾ ഒളിച്ചെന്ന് 16 വയസ്സേ ഉള്ളൂ. പത്രത്തിൽ വായിച്ചതാ. ചെറുക്കന് 62 വയസ്സ്. ചെറുക്കനെ ആദ്യമായിട്ട് കാണുന്നത്, ഇവർ തമ്മിൽ ഒളിച്ചോടാൻ ചെല്ലുന്ന ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ആദ്യമായിട്ട് ചെറുക്കനെ കാണുന്നത്. പെണ്ണിന് 17 വയസ്സും ചെറുക്കന് 62 വയസ്സും. ഈ പയ്യൻ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ നല്ല ട്യൂണായിരുന്നു. മോളെ, ചക്കരയെ, പാലെ എന്നൊക്കെ വിളിച്ചു. അപ്പൊ ഇവൾ ഓർത്തു ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ച് ഇവിടെ കൂടെ ഒളിച്ചോടാനായിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന്, കോട്ടയത്താണ് സംഭവം, ബസ് സ്റ്റാൻഡിൽ ചെന്ന് കിടന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ചെറുക്കനല്ല. ഉടനെ പിന്നെ കംപ്ലൈൻ്റ് ആയി തിരിച്ചവൾ പോയി പോലീസിന് പറഞ്ഞു, ആ പ്രശ്നം സോൾവ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കിയേ, എന്താണ് പഴയ വിവാഹത്തിന് മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? കുടുംബജീവിതം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. വന്നു, കണ്ടു, കെട്ടു, പൊട്ടി. എൻ്റെ സഹോദരങ്ങളെ ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവൻ സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ദൈവത്തെ അറിയുന്ന ഭവനമായി ഈ മകൻ ജീവിച്ചതുകൊണ്ടാണ് ഭവനത്തിലേക്ക് കടന്നുപോയത്. അതുകൊണ്ട് ഈ തളർവാദ രോഗിക്കുണ്ടായ അനുഭവം തന്നെയാണ് അവനെ മാറ്റത്തെക്കുറിച്ച് പറയുന്നത്. അവൻ പാപത്തിൽ നിന്നും ക്ഷമയിലേക്കുള്ള മാറ്റം, പാപത്തിൽ നിന്നും ക്ഷമയിലേക്കുള്ള മാറ്റം. ക്ഷമിക്കപ്പെടുവാൻ, എൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ഈ മാറ്റത്തിലേക്ക് നടന്നെടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനം. 3 വ്യക്തികളെ കണ്ടു. പത്രോസിന്റെ അനുഭവം എന്തായിരുന്നു? പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ള മാറ്റം. രണ്ടാമതായി നമ്മൾ കണ്ടു കുഷ്ഠരോഗി, രോഗത്തിൽ നിന്നും ആരോഗ്യത്തിന്റെ അവസ്ഥയിലേക്കുള്ള മാറ്റം. മൂന്നാമതായി നമ്മൾ കണ്ടത് തളർവാദ രോഗി, പാപത്തിൽ നിന്നും ക്ഷമയിലേക്കുള്ള മാറ്റം. നാലാമതായി ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. നാലാമതായി 27-ാം വാക്യം മുതൽ 29-ാം വാക്യം വരെ ഈ ഭാഗത്ത് പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു ലേവിയായ മനുഷ്യനെ വിളിച്ചു. അവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി തിരിച്ചു കാണുന്നു. അവൻ പിന്നീട് ലേവി എന്ന മനുഷ്യൻ കർത്താവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്തു കൊടുത്തു? ഭക്ഷണം കൊടുത്തു. ലേവി എന്ന് പറഞ്ഞ ആരായിരുന്നു? ചുങ്കക്കാരനാണ്, അല്ലേ? പണം എത്ര കിട്ടിയാലും മതി വരാതെ മാക്സിമം പണം ചൂഷണം ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷെ അവന് പണം മാത്രം മതി എന്നുള്ള അനുഭവത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ലേവി. പക്ഷെങ്കിൽ എന്താ പറ്റിയത്? ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ പണമോഹം മാറി. അവൻ പറയുന്നത് എന്നാ? ക്രിസ്തുവിനെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ലേവിയായ മനുഷ്യൻ ക്രിസ്തുവിനെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. നമ്മൾ ആർക്കാ ഭക്ഷണം കൊടുക്കുന്നത്? നമ്മുടെ വീട്ടിലൊക്കെ ഓക്കെ, നമ്മൾ ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾക്കായിരിക്കും, അല്ലേ? അപ്പോൾ ലേവിക്കുണ്ടായ മാറ്റം എന്നാ? ലേവി കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ മനസ്സിലാക്കിയപ്പോൾ അവന്റെ പഴയ സ്വഭാവം മാറി. എന്ത്? പണം മാത്രമല്ല, ദൈവമാണ് ജീവിതത്തിന് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കി കർത്താവിനെ അവനെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന കർത്താവ് പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ലേവിക്കുണ്ടായ മാറ്റം എന്നാ? ലോകപ്രകാരമുള്ള സൗഖ്യങ്ങൾ, ലോകപ്രകാരമുള്ള കാര്യങ്ങളെക്കാളും ദൈവം കടന്നു വന്നപ്പോൾ ക്രിസ്തു അവന്റെ ഭവനത്തിന് നായകനായി മാറി. ക്രിസ്തുവിന് ഭക്ഷണം വീട്ടിൽ വിളമ്പിക്കൊടുക്കുന്ന അനുഭവം, ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ വിളിക്കുന്ന അനുഭവം, ഈ അനുഭവത്തിന് ഉടമകളായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? ഈ പറയുന്നത് ലേവി പഴയയിൽ നിന്നും പുതിയതിലേക്ക് ഉള്ള മാറ്റം സ്വീകരിച്ചു. നമ്മൾ ചിന്തിച്ചത്
വിശുദ്ധ ലൂക്കോസ്ലീഹയുടെ 5-ാം അധ്യായത്തിൽ കാണുന്ന 4 വ്യക്തികൾ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പുതിയ അനുഭവത്തിലേക്ക്, മാറ്റത്തിലേക്ക് വന്നവർ. ഒന്നാമതായി പത്രോസ്ലീഹ, ശിമോൻ പത്രോസ്. കർത്താവ് ആരാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ സ്വയം തിരിച്ചറിഞ്ഞു, കുറ്റം മനസ്സിലാക്കി, ക്രിസ്തുവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടാമതായി നമ്മൾ കണ്ടത് കുഷ്ഠരോഗി. കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവിനെ കണ്ടു, കുഷ്ഠത്തിൽ നിന്ന് മാറി ഒരു പുതിയ ആരോഗ്യത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റമുണ്ടായി. തളർവാദ രോഗി, തന്നെ നടക്കുവാൻ കഴിവില്ലാത്തവൻ, ആ തളർവാദ രോഗി കർത്താവിന്റെ അനുഭവത്തിൽ നടന്ന് സ്വഭവനത്തിലേക്ക് പോകുന്ന അനുഭവം. പാപത്തിൽ നിന്നും ക്ഷമയിലേക്കുള്ള മാറ്റം. നാലാമതായി നമ്മൾ കണ്ടു ലേവി, പണത്തേക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തം ഭവനത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിന് അനുഭവമായി മാറുകയാണ്. പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ള മാറ്റം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേട്ട ഈ വാക്കുകൾ നമുക്കും ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ആദ്യം ഞാൻ ഓർപ്പിച്ചതാണ്, നല്ല മനുഷ്യനായി തീരുവാനുള്ള, നല്ല മനുഷ്യന്റെ ഹൃദയത്തിനുടമകളായി തീരുവാനുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ പരിശുദ്ധന്റെ പ്രാർത്ഥന, ഈ ദേവാലയത്തിലെ നമ്മുടെ സാന്നിധ്യം, ആരാധനയിലെ നമ്മുടെ സാന്നിധ്യം അപ്രകാരം ഒരു പുതിയ മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് ഇടയാകണം. ഈ മാറ്റം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അങ്ങനെ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആരെ തിരിച്ചറിയണം? ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മളെ തന്നെ നാം ആരാണ് എന്ന് സ്വയം തിരിച്ചറിയുവാൻ സാധ്യമാകും. ഈ തിരിച്ചറിവിൽ കൂടി നല്ല മനുഷ്യനായി പുതിയ അനുഭവത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക്, ദൈവരായത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. അങ്ങനെ ഒരു നല്ല ജീവിതോടമകളായി തീരുവാൻ ഈ പരിശുദ്ധനായ പരിമളത്തിന് വേണ്ട മധ്യസ്ഥത എനിക്കും നിങ്ങൾക്കും കോട്ടയാകട്ടെ. പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ ആരാധന, കൗദാശ ജീവിതം, പ്രാർത്ഥനാ ജീവിതം അതിലേക്ക് നമ്മെ നയിക്കട്ടെ. ഈ മാറ്റത്തിൻ്റെ നല്ല അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവമുമ്പാകെ തലകുനിക്കാം. കാരുണ്യവാനാ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നിനക്ക് സ്തോത്രം. കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുവാൻ, തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. കർത്താവ് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞങ്ങൾ കേട്ട വചനങ്ങൾ നല്ല വചനങ്ങൾ പോലെ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ പ്രകാരം വന്നുവോ അതിൽ നിന്നും മാറി തികഞ്ഞവരായി കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം നൽകണമേ. പത്രോസിനെ പോലെ, കുഷ്ഠരോഗിയെ പോലെ, തളർവാദ രോഗിയെ പോലെ, ലേവിയായ മനുഷ്യനെ പോലെ നിന്നെ തിരിച്ചറിഞ്ഞ് ഒരു പുതിയ മാറ്റത്തിലൂടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും കൂടിയിരിക്കണമേ. രോഗങ്ങൾ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഭാരങ്ങളിൽ ഞങ്ങൾക്ക് വിമോചനം നൽകണമേ. കർത്താവേ, ഞങ്ങൾ എവിടെയായിരിക്കുന്നോ ആ അനുഭവത്തിൽ നിന്നും മാറി ഒരു പുതിയ അനുഭവത്തിലേക്ക് ജീവിതത്തെ ക്രമീകരിപ്പാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. തുടർന്ന് നമ്മുടെ യാത്രയിലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. അങ്ങ് ഞങ്ങൾക്ക് നായകനായി വഴിയും സത്യവും ജീവനവുമായിരുന്ന് നല്ല പാതയിൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവെ, എല്ലാ അനുഗ്രഹത്തിനും കൃപകൾക്കും നന്മകൾക്കുമായി ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന ഘടകനായ സ്തോത്രം ആയത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ഒരിക്കൽ കൂടി ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും കുർബാനയെ സംബന്ധിപ്പാനും അതുപോലെ തന്നെ ദൈവദിനത്തിൽ നിന്നും ചുരുങ്ങിയ സമയങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുവാനും ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് സാഹചര്യം ഒരുക്കിയ, അനുവാദം തന്ന അഭിവന്യ റംബാച്ചനോടും മറ്റ് വൈദിക ശ്രേഷ്ഠമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു.